എന്റെ കമ്മ്യൂണിറ്റി എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇൻഡിവിജ്വലിസ്റ്റ് ഒന്നുമല്ല. എനിക്ക് എന്റെ കമ്മ്യൂണിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര രോഷം വരുന്നതും. മേ ബി നിർബന്ധമില്ല, അതൊക്കെ പുരുഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്. അതൊക്കെ പുരുഷന്റെ ബാധ്യതയാണ് ഇസ്ലാമില്. ഓക്കെ, അതൊക്കെ പുരുഷനാണ്. അത് പുരുഷന്മാർ ഇവിടെ ഇങ്ങനെ ആയി പോയി എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ഇതല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു എത്തിക്കൽ ഫ്രെയിംവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്ലാമിൽ ഉണ്ട്. So Farhana, please answer all the questions. Okay, ഇനി ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ഒരുമിച്ച് എടുക്കാം, എന്തായാലും കുറെ ഉണ്ടല്ലോ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? അല്ല, ഒന്നുമില്ല. ഞങ്ങളിവിടെ ഇസ്ലാമോഫോബിയ പരത്തുന്നുണ്ട് എന്ന് പറഞ്ഞതുകൊണ്ട് ജസ്റ്റ് ചോദിക്കുകയാണ്. മദ്രസകളില് മുസ്ലിം മതം ഉപേക്ഷിച്ചവരെ കൊല്ലണം എന്ന് ഉസ്താദുമാര് പഠിപ്പിക്കുന്നുണ്ട്. അതിന്റെ വീഡിയോസ് ഒക്കെ ഇപ്പൊ കുറച്ച് പുറത്തിറങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേറെ ഏതെങ്കിലും മതത്തില് ഇങ്ങനെ പഠിപ്പിക്കുന്നുണ്ടോ? മതപഠനത്തില് ഇന്ന മതം ഉപേക്ഷിച്ച ആളെ കൊല്ലണം എന്ന് പറയുന്നുണ്ടോ? അപ്പൊ ശരിക്കും ആരാണ് ഇസ്ലാമോഫോബിയ പരത്തുന്നത്? Okay, ഇനി ആൻസർ ചെയ്തോളൂ എല്ലാവരും. പ്ലീസ് restrain for now. Farhana will answer. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ തുടങ്ങിയ രീതി വളരെ സൗമ്യമായിട്ടായിരുന്നു. പിന്നെ അത് ട്രിഗർ എന്നൊക്കെ നിങ്ങളിങ്ങനെ എന്നെ ഭയങ്കര ഒരു അസഹിഷ്ണുതായിട്ട് പിന്നെ ചിത്രീകരിക്കാൻ എന്താണെന്നറിയില്ല. അത് ചില ആൾക്കാർ പറഞ്ഞ പരാമർശങ്ങളോടാണ്. അതായത് നിങ്ങൾ ടോളറന്റ് അല്ല, നിങ്ങൾ പിന്നെ കൺസർവേറ്റീവ് ആണ്, ഓർത്തഡോക്സ് ആണ്, അഭിപ്രായങ്ങൾ എടുക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സ്വാഭാവികമായിട്ട് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരെ വരുന്ന ഇങ്ങനത്തെ സ്റ്റീരിയോ ടൈപ്സ് കേൾക്കുമ്പോൾ ഞങ്ങൾക്ക് കുറച്ചൊന്ന് കൺട്രോൾ പോകും. അതിന്റെ പുറത്ത് അതിപ്പം നമ്മളിപ്പോ ആഫ്രിക്കൻ അമേരിക്കൻ ഹിസ്റ്ററിയിലൊക്കെ ബ്ലാക്ക് സ്ത്രീകളോട് പറയുന്ന കേൾക്കാം, നിങ്ങളെ ദേഷ്യം ഒന്ന് കുറക്കാം, ഒന്ന് കാം ഡൗൺ. അല്ലെങ്കിൽ കശ്മീരികളോട് പറയാൻ നിൽക്കുക, നിങ്ങൾ ഇതിന് എപ്പോഴും പ്ലീസ് ഡോണ്ട് ഇന്റർജെക്ട്. ഓക്കെ, എനിക്കിങ്ങനെ എന്നെ മാത്രം കേന്ദ്രീകരിച്ച് സംസാരിക്കാൻ പറ്റും. അല്ല, എനിക്ക് എന്നെ മാത്രം കേന്ദ്രീകരിച്ച് സംസാരിക്കാൻ, ഞാൻ ഇൻഡിവിജ്വലിസ്റ്റ് അല്ല. എനിക്ക് ഞാൻ പല സമൂഹത്തിന്റെയും പല കൾച്ചേഴ്സിന്റെയും ഇടയിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ അതൊക്കെ കണക്കിലെടുത്തിട്ടാണ് എന്റെ ഒരു സോഷ്യൽ, എന്റെ ഒരു പൊളിറ്റിക്കൽ ലാംഗ്വേജ് അത് ഇൻഫോംഡ് ആയിരിക്കും. സോ ആ ഒരു റേജിനെ കൺട്രോൾ ചെയ്യുക, അത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആയിട്ട് തോന്നി. കാം ഡൗൺ എന്നൊക്കെ പറയുന്നത് പലപ്പോഴും നിങ്ങൾ പിന്നെ വസ്തുതാ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കുറച്ച് എന്റെ കൺട്രോൾ പോകും. ഒന്നാമത് എനിക്കിവിടെ ചോദിക്കാനുള്ളത്, ഇവിടെ ഒരാള് ഫർസാനയാണെന്ന് തോന്നുന്നു പറയണ്ടായി. ഫർസാൻ ഇവിടെ ഇല്ലേ? ഓക്കെ, ഫസ്ക് പിന്നെ ഉമർ അള്ളാഹുവിന്റെ കാലത്തുനിന്ന് ഇതാക്കി പിന്നെ എടുത്തു കളഞ്ഞു. ഇപ്പൊ ഫസ്ക് പ്രാക്ടീസ് ഇല്ല എന്ന് പറയണ്ടായി. അതിന്റെ തെളിവ് എന്താണ്? അത് എന്തിന്റെ ബേസിസിലാണ് നിങ്ങൾ അത് അങ്ങനത്തെ ഒരു അഗൈൻ സ്റ്റീരിയോ ടൈപ്പ് ആണിത്? എങ്ങനെ നിങ്ങൾക്ക് ഇതിങ്ങനെ ഇത്ര ആധികാരികമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് കേട്ടിരിക്കാൻ എങ്ങനെ പറ്റും? മുസ്ലിം കമ്മ്യൂണിറ്റിന്റെ ഇടയിൽ വളരെ വ്യാപകമായിട്ട് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രാക്ടീസാണ് ഫസ്ക്. വെദർ വിമൻ ഇനീഷ്യേറ്റ്സ് ദ ഡിവോഴ്സ് പ്രോസസ്. അത് എങ്ങനെ പറയാൻ പറ്റും അതിപ്പോൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇല്ല എന്നുള്ളത്? അല്ല, എന്റെ സ്റ്റാറ്റിസ്റ്റിക്സ് അല്ല, ഞാൻ ചോദിക്കട്ടെ. ഉമർ അള്ളാഹുവിന്റെ സമയത്ത് അത് എടുത്തു കളഞ്ഞു എന്ന് നിങ്ങളാണ് ആദ്യം പറഞ്ഞത്. അത് എന്തുകൊണ്ടാണ് എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്. അല്ല, എനിക്ക് ഇവിടെ നിങ്ങൾ കുറെ റെസ്പോൺസസ് ഓൾറെഡി ഇവിടെ ഉണ്ട്. അപ്പൊ എനിക്ക് അല്ലല്ല, ഞാൻ ആദ്യം വന്ന റെസ്പോൺസ് ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് ഇങ്ങനത്തെ പുതിയ ഇതിപ്പോ ഇറ്റ്സ് എ ന്യൂ ക്വസ്റ്റ്യൻ. എന്താണ് ഫസ്ക് എന്നുള്ളത്? ഇറ്റ്സ് എ ന്യൂ ക്വസ്റ്റ്യൻ. അല്ല, you are interjecting me, right? You're not allowing me to complete the response for 5 speakers spoke again. I mean, 5 speakers had no, you asked us a question. നിങ്ങളൊരു ആൻസർ പറഞ്ഞു, നിങ്ങൾ തിരിച്ചൊരു കൗണ്ടർ ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചത്. അതല്ല, നിങ്ങൾ പറഞ്ഞ നിങ്ങൾ ഫസ്ക് ഉമർ അള്ളാഹുവിന്റെ കാലത്ത് എടുത്തു കളഞ്ഞു എന്നൊരു പരാമർശം ഇവിടെ നടത്തണ്ടായി. അതിന്റെ തെളിവ് എന്താണെന്ന് മാത്രമാണ് ഞാൻ ചോദിക്കുന്നത്. ഞാനതാ ചോദിക്കുന്നത്. ഫസ്ക് എന്ന് പറയുന്നത് ഒരു സ്ത്രീക്ക് സ്വന്തം ഇഷ്ടപ്രകാരം വിവാഹമോചനം നടത്താനുള്ള ഒരു സമ്പ്രദായമാണ് ഇസ്ലാമില്. അതായത് എന്നാലും ഞാൻ അടുത്ത ഷഹീബന്റെ വോയിസ് ബ്രേക്ക് ചെയ്യുന്നതിന് മേ ബി യു കൻ അഡ്രസ് ദിസ് ഇഷ്യൂ ലേറ്റർ. ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും കുറെ പറഞ്ഞല്ലോ, കുറെ കാര്യങ്ങളുണ്ട് ഇവിടെ റെസ്പോണ്ട് ചെയ്യാൻ. എന്താണ് ആരെന്തും പറഞ്ഞോ? ഫർസാനില്ലേ? നിങ്ങൾ ഫർസാനോടൊന്ന് പറയും ഇങ്ങോട്ട് വരാൻ. അങ്ങനെ ഒരു ഇത് പറഞ്ഞു പോകുന്ന ഒരു ശരിയല്ലല്ലോ.
ഒന്ന് അവരോടൊന്ന് വരാൻ പറഞ്ഞിട്ട് അതൊന്ന് ക്ലാരിഫൈ ചെയ്യും. പറയാം. You please continue. I'll message her. If you wanted to clarify, I'll definitely message her. Okay? ഓക്കെ. അപ്പം പിന്നെ നിങ്ങളുടെ നിങ്ങൾ ആരോപിക്കുന്ന കാര്യം നിങ്ങൾക്ക് കിട്ടുന്ന പിന്നെ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ നിങ്ങൾക്ക് കിട്ടുന്ന മെസ്സേജസ് പിന്നെ ഓരോ അങ്ങനത്തെ കുറെ പിന്നെ വീട്ടിൽ നിന്ന് കിട്ടുന്ന അനുഭവങ്ങൾ, ദുരനുഭവങ്ങളൊക്കെയാണ്. ഇത് ഈ പറയുന്ന അനുഭവങ്ങൾ ഒക്കെ തന്നെയും ഇപ്പൊ നേരത്തെ നിങ്ങളുടെ ടൈറ്റിൽ തന്നെ ഈ ഒരു വിഷയം, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യലി വരുന്ന പ്രശ്നങ്ങളാണ്. ഇതൊക്കെ ഈ മതപരമായി മാൻഡേറ്റ് ഉണ്ട് എന്നുള്ള ഒരു കൺക്ലൂഷനിൽ നിങ്ങൾ എങ്ങനെ എത്തുന്നത്? ഹൗ ഡു യു അസ്യൂം ദാറ്റ് ഓൾ ഓഫ് സച്ച് ബിഹേവിയേഴ്സ്, ഓൾ ഓഫ് സച്ച് ബുള്ളിങ്, അത് ബുള്ളിങ് ആണ്? ശരിയായിട്ടുള്ള ഒരു മുസ്ലിമിന്, ശരിയായിട്ട് മതം ഫോളോ ചെയ്യുന്ന ഒരാൾക്ക് നിങ്ങൾക്ക് ഈ കിട്ടുന്ന പോലത്തെ ഈ മെസ്സേജസ് ഒന്നും ചെയ്യാൻ പറ്റൂല. So I'm saying that the kind of behavior that you guys have described, അതായത് നിങ്ങൾക്ക് വന്നിട്ട് കിട്ടുന്ന മെസ്സേജസ്, അങ്ങനത്തെ മോശമായിട്ടുള്ള മെസ്സേജസ് ഒന്നും അതിന് റിലീജിയസ് മാൻഡേറ്റ് ഒന്നുമില്ല. സോ അതിന് എന്തിനാണ് ഇസ്ലാമിനെ മാത്രം പിന്നെ ഇവിടെ മുസ്ലിം പുരുഷന്മാര് ഇങ്ങനെ ചെയ്യുന്നു എന്നാണ് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞ പോയിന്റ്. പിന്നെയും ഇവിടെ വേറെ ഒരാൾ ഇതേപോലെ പറഞ്ഞു, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റി, ബുദ്ധിസ്റ്റ് കമ്മ്യൂണിറ്റി, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി, മറ്റേ കമ്മ്യൂണിറ്റി ഒക്കെ പറയും, പക്ഷെ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള സ്ത്രീകളാണ് ഇവിടെ മുന്നേ വന്ന് ഡിഫെൻഡ് ചെയ്യുന്നത്. ഒന്നാമത് ഞാൻ പറയട്ടെ, ഞാൻ ഇവിടെ ഹാൻഡ് റൈസ് ചെയ്തതല്ല, എന്നെ ഇൻവൈറ്റ് ചെയ്തതാണ്. ഞാൻ ആരോടും പറഞ്ഞിട്ടൊന്നുമില്ല എന്നെ ഇവിടെ കയറ്റുന്നില്ല എന്നൊന്നും. എന്നെ ഇന്നോട്ട് ഇൻവൈറ്റ് ചെയ്തുകൊണ്ട് ഞാൻ അവിടെ കയറി. ഓക്കെ, ദാറ്റ് ഇസ് ഫസ്റ്റ് പോയിന്റ്. സെക്കൻഡ് പോയിന്റ്, പിന്നെ ഈ മുസ്ലിം കമ്മ്യൂണിറ്റി പോലെയാണോ ഇവിടുത്തെ ഹിന്ദു കമ്മ്യൂണിറ്റി? ഹൗ കെൻ യു ഇക്വേറ്റ് ദ ടു? ആർ ദീസ് കമ്മ്യൂണിറ്റീസ് ഓൺ ദ സെയിം പവർ ഇക്വേഷൻ? ഇത് തന്നെയാണ് ഞാൻ ഫസ്റ്റില് ഇവിടെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നത്. നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് ഇതേ പോയിന്റ് ഇവിടെ പിന്നെ വരുന്നതെന്ന് അറിയില്ല. On a hierarchical basis in India, if you see, there is clearly a genocidal project going on. അത് ഞാനിങ്ങനെ എടുത്തെടുത്ത് നിങ്ങളെ എങ്ങനെ കൺവിൻസ് ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയില്ല. ആൻഡ് ഐ ഡോണ്ട് നോ വൈ യു ഗൈസ് കാൺട്ട് സീ ദിസ് തിങ്. ഒരു മുസ്ലിം കമ്മ്യൂണിറ്റി, മുസ്ലിം സ്ത്രീകളെ പറ്റി, അതായത് മുസ്ലിം കമ്മ്യൂണിറ്റീനെ പറ്റി പറയുന്ന പോലെയാണോ ബാക്കിയുള്ള കമ്മ്യൂണിറ്റീനെ പറ്റി പറയുന്നത്? സോ ആ ഒരു അറ്റാക്ക്, ആ ഒരു പെർസിക്യൂഷന്റെ ഓൾറെഡി നമ്മൾ നേരിടുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പം അത് വെച്ചിട്ട് പിന്നെയും അതിനെതിരെ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് വരുമ്പം സ്വാഭാവികമായിട്ടും നമ്മുടെ കൺട്രോൾ പോവും. സ്വാഭാവികമായിട്ടും എന്നോട് ഇങ്ങനെ പറഞ്ഞു പോവും, നിങ്ങൾ ഇങ്ങനെ ആരെങ്കിലും സംസാരിക്കുന്നുണ്ടോ? No, so you are telling that we have to shut up and fine at home without talking, right? I never said that. Did I ever say that? ഞാൻ അങ്ങനെ ഷട്ടപ്പ് ചെയ്യണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. But what I said initially is the narrative being, it is feeding into an Islamophobic narrative. It is feeding into a Hindu far right, that But kind of Hindutva narrative. What about the questions answered by the scholars in Islam? That is a reason for Islam. അല്ല, ഞാൻ നിങ്ങൾ ഇന്റർജെക്ട് ചെയ്യൂലെന്ന് എന്നോട് കാഫ്, സോറി ഐ ഡോണ്ട് നോ യുവർ നെയിം, കാഫ് പറഞ്ഞിരുന്നു. Yeah, you can call me that, that's fine. വഫ ആളൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ, അതിനുശേഷം we'll ask. She is asking questions, that's why. അല്ല, ക്വസ്റ്റ്യൻസ് അല്ല, ഞാൻ ഇതിന്റെ ഒരു ഇനീക്വാലിറ്റിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. അതായത് മുസ്ലിം സ്ത്രീകളെ പറ്റി നിങ്ങൾ പറഞ്ഞല്ലോ, മുസ്ലിം സ്ത്രീകൾ ഭയങ്കര ഇമോഷണൽ ആണ്, മുസ്ലിം സ്ത്രീകൾ ഭയങ്കര ഇൻടോളറന്റ് ആയിട്ട് എന്നെ പോലത്തെ ആൾക്കാരൊക്കെ വന്ന് റെസ്പോണ്ട് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നൊക്കെ. ഇതുകൊണ്ടാണ് that we are forced to say that no, Muslim community is not as bad as or as monstrous as you think. അത് എപ്പോഴും ഞങ്ങള് പിന്നെ BJP-കളോ മറ്റേ ഹിന്ദുത്വവാദികളോടും പറയണം, പിന്നെ എക്സ് മുസ്ലിം ജബ്രകളോടും പറയണം, ഇങ്ങനെയും പറയണം അങ്ങനെയും പറയണം. ഇത് ഞങ്ങളോട് നിങ്ങൾ ഒരു 10 ക്വസ്റ്റ്യൻസ് എന്നോട് ചോദിച്ചിട്ട് ഒന്ന് കംപ്ലീറ്റ് ചെയ്യാണ്ട് കാഫ് ഇവരൊന്ന് നിയന്ത്രിക്കൂ. കാഫിന്റെ ഒരു എന്താ പറയാ, ഒന്നൊന്ന് മോഡറേറ്റ് ചെയ്യണം. This is not nice. ഇല്ല, എല്ലാവരും നിങ്ങൾ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കുന്നോണ്ടാണ് അവർ ആൻസർ പറയാൻ ഫോഴ്സ്ഡ് ആവുന്നത്. സോ ക്വസ്റ്റ്യൻസ് ആയിട്ട് റെറ്റോറിക്കൽ ആയിട്ട് കണ്ടാ മതി. ഫർസാന is here. ഫർഹാന, ആ ക്വസ്റ്റ്യൻ വേണമെങ്കിൽ ഒന്ന് റിപ്പീറ്റ് ചെയ്യാം. ഫർസാന came back. ഫർസാന, ഉമറന്റെ കാലത്ത് ഫസ്ക് പിന്നെ എന്താ പറയാ നീക്കം ചെയ്തു, അത് ഒഴിവാക്കി എന്നൊക്കെ, പിന്നെ ഇപ്പൊ ഫസ്ക് പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നുള്ള ഒരു പരാമർശം നടത്തി. അതിന്റെ ബേസിസ് എന്താണ്? ഫസക് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാക്ടീസ് ഉണ്ടായിരുന്നു. വിമനിന് പുരുഷന്മാരെ മോശമാണെന്ന് തോന്നിയ, അല്ലെങ്കിൽ ഇഫ് ദ ഗായ് ഇസ് നോട്ട് റൈറ്റ് ഫോർ ദം, അവർക്ക് ഒഴിവാക്കാമായിരുന്നു. ഫസക് ചൊല്ലി 14 ദിവസത്തിനകം പ്രത്യേകിച്ച് മറുപടി ഒന്നും ഇല്ല എങ്കിൽ ഫസക്കാവും, ഡിവോഴ്സ് ആവും. അതായത് സ്ത്രീകൾ മുൻകൈ എടുത്ത് ചെയ്യുന്ന അവരുടെ ഒരു കൈൻഡ് ഓഫ് സെപ്പറേഷൻ ആയിരുന്നു. അതിപ്പോ പ്രാക്ടീസ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ അത് ഉമർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് നോ.
ആ ഒരു അല്ല ഐ ഡോണ്ട് നോ പറയരുത്, ഐ ഡോണ്ട് നോ പറയരുത്. യു ഹാവ് ടു പിന്നെ സബ്സ്റ്റാൻഷിയേറ്റ്. ഞാൻ അപ്പോഴും അല്ല പറഞ്ഞായിരുന്നു ഫർസാന ഉമർ റളിയല്ലാഹുവിന്റെ കാലത്തും ഫർസാന ഐ തിങ്ക് നമുക്ക് അത് ഞാൻ ഫർസാന പറഞ്ഞത് കേട്ടിട്ടുണ്ടായിരുന്നില്ല. ഫസക് ആൻഡ് കുൽ ആക്ച്വലി നമ്മള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ മുസ്ലിം മാരേജ് ആക്ട് പ്രകാരം അത് നിയമവിധേയമാണിപ്പോ. അത് അത് മാത്രമല്ല നിയമവിധേയമാണ്. അതിനെ കുറിച്ചിട്ട് അതല്ലാതെ പക്ഷെ ഫസക് അതിന്റെ യഥാർത്ഥ രീതിയിൽ അപ്ലൈ ചെയ്യപ്പെടുന്നുണ്ടോ എന്നൊരു ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ അതൊക്കെ നമുക്ക് അതിന്റെ ആ ഒരു റിലീജിയസ് ടേംസിലുള്ള കോംപ്ലിക്കേഷൻസ് ആയിട്ട് കണ്ടാൽ മതി. അത് ഫർസാന പറഞ്ഞത് ഞങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല ഫർഹാന. അതിപ്പോ ഫർസാന പറഞ്ഞപ്പോ ഐ ക്യാൻ കറക്റ്റ് യു. ഷഹീബ പറയട്ടെടോ, എന്നിട്ട് ഫർഹാനക്ക് റെസ്പോണ്ട് ചെയ്യാം. ബാക്കി എല്ലാവരും നമ്മളെല്ലാവരും ഇൻക്ലൂഡിങ് മൈസെൽഫ് നമ്മളെല്ലാവരും ആ കുട്ടിക്ക് ചാൻസ്. പിന്നെ കഫ് ഞാനൊരു കാര്യം അത് കംപ്ലീറ്റ് ചെയ്യട്ടെ വഫ. അതുപോലെ തന്നെ ഫർഹാന ഇപ്പം ഇവിടെ പറയുന്ന ഇസ്ലാമോഫോബിക് ഇഷ്യൂനെ കുറിച്ച് ഞാനും റാണിയാലും ഇവിടെ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇസ്ലാമോഫോബിക് ആവോ എന്നുള്ള കാര്യം ഞാനും റാണിയിലും എന്തുകൊണ്ട് ഇത് ഇത്തരത്തിലുള്ള ഡിസ്കഷൻസ് ഇസ്ലാമോഫോബിക് ആവുന്നു എന്നുള്ള കാര്യങ്ങൾ റാണിയാലും ഇവിടെ വളരെ വ്യക്തമായിട്ട് നമ്മൾ ഇവിടെ ഓൾറെഡി സംസാരിച്ചതാണ്. പിന്നെ ഈ പ്രോബ്ലം ഇസ് വിത്ത് ഇസ്ലാമിസ്റ്റുകൾ അത് ഓക്കെ, ഞാനൊരു കാര്യം ജസ്റ്റ് വളരെ വ്യക്തമായിട്ട് വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ഷഹീബ ഒരൊറ്റ കാര്യം പറയട്ടെ. ഫസ്കിന്റെ കാര്യം ഞാൻ കറക്റ്റ് ആയിട്ട് പറയാം. ഫസ്ക് ഇപ്പോഴും പ്രാക്ടീസിങ് ആണ്. ഞാൻ ഈ അടുത്ത കൂടി ന്യൂസ് പേപ്പറിൽ കണ്ടിട്ടുള്ളൂ. എൻ്റെ ഭർത്താവ് 25 ദിവസമായി അദ്ദേഹം വീട്ടിലേക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് ഞാൻ അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. ഞാൻ അദ്ദേഹത്തെ ഫസ്ക് ചെയ്തതായി പ്രഖ്യാപിക്കുമെന്ന് പറഞ്ഞിട്ട് ന്യൂസ് പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. സോ ഫസ്ക് ഇപ്പോഴും പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. സത്യം പോലെ പറയണം. കറക്റ്റ് ആണ്. താങ്ക് യു ഫോർ കറക്റ്റിംഗ് മീ. ഇതാരെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല, താങ്ക് യു. പക്ഷെ ഞാൻ പറഞ്ഞത് അതിനൊരു പ്രിവാലൻസ് നഷ്ടപ്പെട്ടു എന്നാണ് ഞാൻ പറഞ്ഞത്. ദാറ്റ് വാസ് മൈ പോയിന്റ്. ഇപ്പോഴും ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അറിയില്ല എന്നാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, താങ്ക് യു. സ്പെസിഫിക് ആയില്ലെങ്കിൽ അതെ. ഇനി ആരും സംസാരിക്കരുത്. ഓക്കെ, ഫർഹാന പറയും. അപ്പൊ ഇതുപോലത്തെ ഒരു ബേസിസ് ഇല്ലാത്ത ഡേറ്റ ഇവിടെ പിന്നെ പെർപച്വേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ഇടപെട്ട് ഇതുപോലത്തെ കാര്യങ്ങൾ പ്രൊമോട്ട് ചെയ്യാൻ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. കാരണം ആസ് ഐ സെഡ് ബിഫോർ, ഇത് വളരെ എളുപ്പമാണ് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ പറയാൻ. അത് ഒരു ബാക്ക്വേർഡ് ആയതുകൊണ്ട് അവർക്ക് വിമൻ കാൺട്ട് ഇനീഷ്യേറ്റ് എന്നൊക്കെ. വിമൻ ഇൻഫാക്ട് ഇത്രയും നിങ്ങൾ ഈ പറയുന്ന പോലെ ഇത്രയും പഴഞ്ചൻ ഈ ഒരു സംസ്കാരത്തിലാണ് ഫസ്ക് പോലത്തെ സിസ്റ്റംസ് ഡെവലപ്പ് ചെയ്ത് വന്നത്. ഐ ഡോണ്ട് നോ വൈ സച്ച് തിങ്സ് ആർ നോട്ട് കൈൻഡ് ഓഫ് അക്നോളജ്ഡ്. ഓക്കെ, നിങ്ങൾ വേറെ കാര്യം പറഞ്ഞു, ദാറ്റ് മതപരമായി നോക്കുമ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് ഭയങ്കര പ്രശ്നമാണ്, അല്ലെങ്കിൽ അങ്ങനെ കുറെ പിന്നെ വയലൻസ് വാലിഡേറ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടെന്നൊക്കെ. ഞാൻ ജസ്റ്റ് സിമ്പിൾ എക്സാമ്പിൾ പറയാം. പിന്നെ ഞാൻ ഒരു ക്ലാരിഫിക്കേഷൻ ഇവിടെ ചെയ്യാം. അതായത് കേരളത്തിലെ മുസ്ലിം സ്ത്രീകള് പിന്നെ വീടുകളിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങളോ അനുഭവങ്ങളോ അതൊന്നും നിരാകരിക്കാനോ അല്ലെങ്കിൽ അതൊന്നും ഇല്ലാന്നൊന്നും ഞാനിവിടെ പറയുന്നില്ല. പക്ഷെ ഞാൻ മതപരമായിട്ട് പ്രാമാണികമായിട്ടാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. ബിക്കോസ് പിന്നെ അങ്ങനത്തെ ഒരു പിന്നെ മതം അതിനെ വാലിഡേറ്റ് ചെയ്യുന്നു എന്നൊരു ആർഗ്യുമെന്റ് വരുന്നോണ്ടാണ് ഐ എം ഫോഴ്സ്ഡ് ടു സ്പീക്ക് ബേസ്ഡ് ഓൺ ദ സ്ക്രിപ്ചേഴ്സ്. ഓക്കെ, 2 ആഴ്ച മുന്നേ ഒരു മുസ്ലിം വിമൻ പ്ലാറ്റ്ഫോം എന്നൊരു പ്ലാറ്റ്ഫോം ഉണ്ട്. അങ്ങനെ പല പ്ലാറ്റ്ഫോംസ് ഞങ്ങൾക്കുണ്ട് വേർ വി ഡിസ്കസ് ആർ ഇഷ്യൂസ് ആൻഡ് വേർ മുസ്ലിം വിമൻ കം ഫോർവേഡ് ആൻഡ് സേ ദാറ്റ് ഓക്കെ ദിസ് ഹാസ് ടു ബി റിഫോംഡ്, ദാറ്റ് ഹാസ് ടു ബി റിഫോംഡ്. അത് പിന്നെ ജബ്ര പിന്നെ ഹൈജാക്കിംഗ് ഒന്നും അതിലില്ല. അതിൽ നമ്മൾ ഇസ്ലാമിന്റെ എത്തിക്സിലൂടെ തന്നെ ഇസ്ലാമിന്റെ ഒരു എത്തിക്കൽ ഫ്രെയിം വർക്ക് വെച്ചിട്ട് എങ്ങനെ ചേഞ്ചസ് കൊണ്ടുവരാം, അതൊക്കെ എക്സിസ്റ്റിംഗ് ആണ്. ഇതൊക്കെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള മെക്കാനിസംസ് ആണ്. ഇതൊക്കെ എനിക്ക് അറിഞ്ഞൂടെ എന്തുകൊണ്ടാണ് മതം എന്നുള്ളത് ഒരു മാറാത്ത ഒരു പഴയ ഒരു സാധനം, അതായത് ഇങ്ങനെ നമുക്ക് ഒരു ഫ്രീഡം ഇല്ലാത്ത. ഐ മീൻ ദിസ് ഇസ് എ വെരി ഓറിയന്റലിസ്റ്റ് കൈൻഡ് ഓഫ് നാരറ്റീവ്. അത്രേ ഞാൻ പറയുന്നുള്ളൂ, ഇതിൽ വേറൊന്നുമില്ല. അപ്പൊ 2 ആഴ്ച മുന്നേ ഞങ്ങൾ മുസ്ലിം വുമൻ പ്ലാറ്റ്ഫോമിൽ ഒരു ചർച്ച ഉണ്ടായി. സ്ത്രീകള് ഭർത്താവിന്റെ വീട്ടിൽ നിൽക്കേണ്ട ആവശ്യമുണ്ടോ? ഓക്കെ, ആൻഡ് ദിസ് ഐ എം ടെലിംഗ് യു ദിസ് ഇസ് എ വെരി വെരി progressive kind of a discussion that is happening. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഏതെങ്കിലും മതത്തില് വാലിഡേഷൻ കൊടുത്തിട്ടുണ്ടോ ദാറ്റ് യു ഡോണ്ട് നീഡ്? ഞങ്ങള് ഫിഖ് ടെക്സ്റ്റ് വെച്ചിട്ട് അവിടെ കുറെ വിമൻ സ്കോളേഴ്സ് came forward and proved how there is no പിന്നെ compulsion for a wife to stay in her husband's house. There is no compulsion for a wife to stay in a husband's house. പിന്നെ അത് അത്രത്തോളം അത് പലർക്കും അവിടെ ഷോക്കായി. അപ്പം അത്രയും നമ്മുടെ പ്രാക്ടീസസ് പ്രമാണങ്ങളിൽ നിന്ന് കുറെ വ്യതിചലിച്ചിട്ടുണ്ട്.
അത് പ്രാക്ടീസസിന്റെ പ്രശ്നമാണ്. അത് സോഷ്യൽ കണ്ടീഷനിങ് വേറെ കുറെ കോണ്ടെക്സ്റ്റുകളെ പ്രശ്നമാണ്. അപ്പം അവിടെ വേറൊരാൾ അവിടെ പറയണ്ടായി, ഇപ്പൊ മലേഷ്യയിലൊക്കെ വീടുകളിൽ കിച്ചണിന്റെ സിസ്റ്റം തന്നെ ഇല്ല. അവിടെ കിച്ചൺ അദ്ദേഹത്തിന്റെ ഒരു എക്സ്പീരിയൻസ് പറയാണ്. അവിടെ അടുക്കളയില്ല, കാരണം എന്താ, അവിടെ സ്ത്രീകൾ കുക്ക് ചെയ്യാറില്ല. അവിടെ പിന്നെ വേറെ ഒരു സിസ്റ്റമാണ്. അങ്ങനെ പല ഇസ്ലാമിക് കൺട്രീസിലും പല പല അങ്ങനത്തെ കുറെ പ്രാക്ടീസ് പറയാനുണ്ടായി. അപ്പം ഇവിടുത്തെ കേരളത്തിലെ കോണ്ടെക്സ്റ്റ്, കേരളം അല്ലെങ്കിൽ ഇന്ത്യന്റെ സൗത്ത് ഏഷ്യൻ കോണ്ടെക്സ്റ്റ് വളരെ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ് ആണ്. അതിൽ വേറെ കുറെ ഫാക്ടേഴ്സ് അതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം മതപരമായിട്ട് ഇസ്ലാമിന്റെ ഫിഖ് വെച്ചിട്ട് കുറെ ടെക്സ്റ്റുകൾ വെച്ചിട്ട് അവിടെ പ്രൂവ് ചെയ്യാണ് എന്ത്, പിന്നെ സ്ത്രീകൾക്ക് ഒരു നിർബന്ധവും ഇല്ല. ഇപ്പൊ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായിട്ട് കുറെ ഡൗറി കേസസ് നമ്മുടെ കേരളത്തില്, ഡൗറി കേസ് കാരണം കുറെ എന്താ പിന്നെ മരണങ്ങൾ ഉണ്ടായി. അപ്പം ആ ഒരു കോണ്ടെക്സ്റ്റിലൊക്കെ നമ്മളിത് കാണുമ്പോൾ എത്രത്തോളം എന്താ പ്രോഗ്രസീവ് ആണ് എന്നുള്ളിടത്താണ്. മീൻസ് എന്റെ ഒരു അനിക്ഡോട്ട് പറഞ്ഞതേ ഉള്ളൂ. അപ്പം ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇസ്ലാമിനെ പറ്റി നമ്മൾ പഠിച്ചു വരുന്ന പല നറേറ്റീവ്സും ഇറ്റ് ഈസ് ഇൻഫ്ലുവൻസ്ഡ് ബൈ പിന്നെ അതുപോലെ തന്നെ ഭാര്യക്ക് ഭക്ഷണം വെക്കാൻ നിർബന്ധമില്ല, ഭാര്യക്ക് ഭക്ഷണം വെക്കാൻ നിർബന്ധമില്ല, അതൊക്കെ പുരുഷനാണ് പ്രൊവൈഡ് ചെയ്യേണ്ടത്, അതൊക്കെ പുരുഷന്റെ ബാധ്യതയാണ് ഇസ്ലാമില്. ഓക്കെ, അതൊക്കെ പുരുഷനാണ്, അത് പുരുഷന്മാർ ഇവിടെ ഇങ്ങനെ ആയി പോയി എന്നുള്ളത് ഇസ്ലാമിന്റെ ഒരു ഇതല്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു എത്തിക്കൽ ഫ്രെയിംവർക്ക് വളരെ സ്ട്രോങ് ആയിട്ട് ഇസ്ലാമിൽ ഉണ്ട്. ഓക്കെ, അത് അങ്ങനത്തെ എത്തിക്കൽ ഫ്രെയിംവർക്സിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്യാറുണ്ട്. ഭർത്താവിന് ആളെ വെക്കൽ നിർബന്ധമാണ്, ഒരു സെർവന്റ് വെച്ചുകൊടുക്കൽ നിർബന്ധമാണ് ഭാര്യ ആവശ്യപ്പെട്ടാല്. അപ്പൊ ഇങ്ങനത്തെ പല കാര്യങ്ങളും പുറത്തു വരുന്നില്ല. എന്തുകൊണ്ടാണ്? ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ഇസ്ലാം മുസ്ലിം സ്ത്രീ അടിച്ചുമർത്ത് മാത്രം പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പുറത്തു വരാ? അപ്പൊ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് വെച്ചാൽ പലപ്പോഴും നമ്മൾ ഇങ്ങനത്തെ മുസ്ലിം സ്ത്രീകൾ ഇനീഷ്യേറ്റ് ചെയ്യുന്ന ഡിസ്കഷൻസ് ഒന്നും കാണാതെ വേറെ ഇപ്പം ഭയങ്കര പിന്നെ ഇങ്ങനത്തെ ഒരു വേറെ പ്ലാറ്റ്ഫോംസിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ മാത്രം പറയുമ്പോൾ ഇങ്ങനത്തെ പല കാര്യങ്ങളും പുറത്തേക്ക് വരുന്നില്ല. ഓക്കെ, അപ്പൊ നേരത്തെ വഫ പറഞ്ഞതിനോടാണ് ഇത് റെസ്പോണ്ട് ചെയ്യുന്നത്. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും നമുക്ക് പിന്നെ കമ്മ്യൂണിറ്റിന്റെ ഉള്ളിൽ തന്നെ അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. നമ്മൾ ഉസ്താദുമാരായിട്ട് തന്നെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഉസ്താദുമാര് ഇപ്പൊ പിന്നെ പല ചർച്ചകളിലും ഇന്ന് ക്ലബ് ഹൗസിൽ കാണുന്ന പോലെ ഈ ബാലവീടകർ മാത്രമല്ല, നല്ല ഇന്റലക്ച്വൽ ആയിട്ട് ലോജിക്കും പിന്നെ ഫിലോസഫിയും ഇതൊക്കെ ചെയ്യുന്ന ചർച്ചകൾ നടക്കുന്നുണ്ട്. അതുപോലെ സ്ത്രീകളുടെ പിന്നെ പല പല വിഷയങ്ങളും പല ഉസ്താദുമാരും ചർച്ചകൾ ചെയ്യുന്ന നിങ്ങൾ കാണണം. അപ്പൊ ഞാൻ അത് മാത്രം ഇവിടെ പറയുന്നത്, അതായത് ഇപ്പൊ ക്ലബ് ഹൗസിലും അല്ലാതെയും പബ്ലിക്കിലും മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന മെക്കാനിസംസും അങ്ങനത്തെ ഇസ്ലാമിന്റെ ഉള്ളിൽ തന്നെ ചെയ്യുന്ന ഒരു ഓപ്പൺ എൻഡഡ് സാധനമാണ്. ഓക്കെ, ആൻഡ് ഇറ്റ് ഇസ് മാൻഡേറ്റഡ്, ഇറ്റ് ഇസ് ഗിവൺ ലെജിറ്റിമസി ത്രൂ ദ സ്ക്രിപ്റ്റേഴ്സ്. ഇത് പിന്നെ ഒരു അടിച്ചമർത്തപ്പെട്ട ഒരു സ്ത്രീ എന്ന് എപ്പോഴും ഒരു പെർപെച്വേറ്റ് ചെയ്യുന്ന ഒരു സ്റ്റീരിയോടൈപ്പ് ഉള്ളത് കൊണ്ടാണ് എനിക്കിതൊക്കെ ഇവിടെ പറയേണ്ടി വരുന്നത്. ഓക്കെ, അതുകൊണ്ടാണ് റിഫോമിന്റെ വിഷയം പറഞ്ഞതുകൊണ്ടാണ് ഇവിടെ പറഞ്ഞത്. റിഫോം എപ്പോഴും നടന്നുകൊണ്ട് പിന്നെ നിൽക്കുന്ന ഒരു സംഭവമാണ്. എപ്പോഴും അതിങ്ങനെ പിന്നെ ഇസ്ലാമിന്റെ തന്നെ ഒരു ഫ്രെയിംവർക്കിലുള്ള ഒരു സംഭവമാണ്. ഇജ്മാ ഖിയാസ് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പിന്നെ ഒരു നിയമത്തിലേക്ക് വരാന്ന് പറയുന്നത് അതൊരു ഡിസ്കഷനിലൂടെ തന്നെയാണ്. അപ്പം അതിനൊക്കെ ഒരു ബേസിസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഫ്രെയിംവർക്ക് ഒന്നും, അതുകൊണ്ടാണ് മേ ബി I lost my temper when I was speaking to Asha Susan, because for me she has no access to these texts, so she has no access to experiences, she has no access to the community. Apam how can someone, okay, maybe ഞാൻ പറഞ്ഞ രീതി ഹാർഷ് ആയിരിക്കാം, and I apologize for it, പക്ഷെ അത് ആ ഒരു ഇതുകൊണ്ടാണ് അത്രയും നമുക്ക് കൺസേൺ. ഇപ്പം ഇവിടെ പിന്നെ ഞാൻ ഡൽഹിയിലാണ്, അപ്പം ഇവിടെയൊക്കെ നമുക്ക് കാണാം പല ഹിന്ദു യൂണിവേഴ്സിറ്റിയിലൊക്കെ പല ABVP അതായത് BJPന്റെ സ്റ്റുഡന്റ് വിങ് കുറെ ഡിസ്കഷൻസ് നടത്തും മുസ്ലിം സ്ത്രീകളെ പറ്റി, അതായത് മുസ്ലിം സ്ത്രീകളെ പ്രശ്നങ്ങളെ പറ്റി, അല്ലെങ്കിൽ അവര് നേരിടുന്ന. അപ്പം അങ്ങനെയൊക്കെ നമുക്ക് കാണുമ്പോൾ ദേഷ്യം വരൂലേ? അല്ലെങ്കിൽ ഇവരെന്തിനാണ് ഇത്ര കൺസേൺ എടുക്കുന്നത്? ഇവരെന്തിനാണ് ഇത്ര, നമുക്ക് പ്രശ്നങ്ങളുണ്ട്, നമ്മളെ പിന്നെ സൊല്യൂഷൻസ് പ്രശ്നങ്ങളൊക്കെ നമ്മൾ ഉള്ളിൽ തന്നെ സോൾവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പം അതുകൊണ്ടാണ് മേ ബി ഐ ഫെൽറ്റ് ബിറ്റ് ഐ ഹാഡ് ദാറ്റ് ഇമോഷണൽ ഔട്ട് ബേസ്റ്റ്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാല് എന്താണ്, you want to continue? if you want to ask something, if you want to ask എനിക്കിതൊരു ഉത്തരം കിട്ടിയിട്ടില്ല. അല്ല, ഇതിനകത്ത് ഫർഹാന പറഞ്ഞു വരുന്ന കാര്യങ്ങളൊന്നും ഞങ്ങൾ നിരാകരിക്കുന്നില്ല. ഇത്തരത്തിലുള്ള റിഫോർമേഷൻസ് ഇസ്ലാമിൽ നടന്നു. Sheba, let her continue. Let her complete it. സൗണ്ട് ബ്രേക്ക് ആയി, എനിക്ക് മനസ്സിലായില്ല എന്താ പറഞ്ഞത്. ഇല്ല, she was just accepting what you were saying, kind of. പറഞ്ഞോളൂ, കണ്ടിന്യൂ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ബാക്കി എല്ലാവരുടെയും ക്വസ്റ്റ്യൻസിലേക്ക് വരാം. ഓക്കെ, താങ്ക് യു. അപ്പം പിന്നെന്താണ്, പിന്നെ അഡ്രസ് ചെയ്യാത്ത വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? രഹ്ന എന്തായിരുന്നു പറഞ്ഞത്?
ഞാൻ ചോദിച്ചത് ഇവിടെ ഈ ഗ്രൂപ്പിൽ ഇസ്ലാമോഫോബിയ പരത്തുന്നുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോ നമ്മുടെ കുറച്ച് നാൾ മുമ്പ് വൈറലായ ഒരു വീഡിയോ ആണ്. അങ്ങനെയല്ല പറഞ്ഞത്. ഇങ്ങനത്തെ പല ഡിസ്കഷൻസും ഇസ്ലാമോഫോബിക് ആയിട്ടുള്ള ഒരു നെറേറ്റീവിന് ഫീഡ് ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. ഓക്കെ, അപ്പൊ ഞാൻ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു ഉസ്താദ് മദ്രസ പഠന ഒരു 14-15 വയസ്സുള്ള മക്കളോട് പറഞ്ഞ് പഠിപ്പിക്കുകയാണ് ഇസ്ലാം മതം വിട്ടു കഴിഞ്ഞാൽ അവരെ കൊല്ലണം. ആ വീഡിയോ വൈറലാണ്. എനിക്കിവിടെ കേൾപ്പിക്കാനുള്ളൊരു ഓപ്ഷൻ ഇല്ല. ഇല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഇവിടെ പ്ലേ ചെയ്തേനെ. നിങ്ങൾക്ക് സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞാനത് ഇൻസ്റ്റയിലോ എങ്ങനെ വേണമെങ്കിൽ അയച്ചു തരാം. ഓക്കെ, അപ്പൊ ഇവിടെ ആരാണ് നിക്ക് പറഞ്ഞു തീർന്നിട്ടില്ല. അപ്പൊ ഇവിടെ ആരാണ് ഇസ്ലാമോഫോബിയ പരത്തുന്നത് എന്നൊരു ഡൗട്ട് എനിക്കുണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ പറയുണ്ടായി ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകൾ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അത് നല്ലൊരു കാര്യമാണ്. ഇസ്ലാമിലെ പ്രശ്നങ്ങൾ അവർ തന്നെ സംസാരിക്കണം. എനിക്ക് അതുപോലെ ഒരു കാര്യം കൂടെ അറിയാനുണ്ട്. നിങ്ങളുടെ നെക്സ്റ്റ് ഇവന്റ്, നിങ്ങളുടെ പ്രൊഫൈലിൽ കൊടുത്തിട്ടുള്ള നെക്സ്റ്റ് ഇവന്റിന്റെ ഒന്ന് എന്താ ടോപ്പിക് ഞാനൊന്ന് വായിച്ചോട്ടെ. കുടുംബം കലക്കുന്ന സ്വതന്ത്ര ചിന്ത, അതാണ് നിങ്ങളുടെ ടോപ്പിക്, അതല്ലേ? അതെ, അതാണ് ടോപ്പിക്. പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ ഉസ്താദ് പഠിപ്പിക്കുന്ന കാര്യത്തിനെ കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്നും കൂടെ ഒന്ന് ക്ലാരിറ്റി ചെയ്യണം. രഹ്ന പറയുന്ന, അതായത് ഇസ്ലാമിലെ പ്രശ്നങ്ങൾ നിങ്ങൾ തന്നെ ചർച്ച ചെയ്ത് തീരുമാനിക്കൂ എന്ന് പറഞ്ഞല്ലോ. അപ്പൊ രഹ്നയുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ അതായിരുന്നു. അതായത് ഞങ്ങളെപ്പോലുള്ളവർ ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ സ്വതന്ത്ര ചിന്തകർ, കുടുംബം കലക്കുന്നവർ, ഇസ്ലാമോഫോബിയ പരത്തുന്നവർ എന്ന് പറഞ്ഞ് നിങ്ങൾ തന്നെ നമ്മളെ ലേബൽ ചെയ്യാണ്. അപ്പൊ എവിടെയാണ് ഞങ്ങൾക്ക് ഇത് തുറന്ന് സംസാരിക്കാനുള്ള സ്പേസ്? തുറന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങളപ്പോ ലേബൽ ചെയ്യും. നിങ്ങൾ തന്നെ കോൺട്രഡിക്ട് ചെയ്യാണ്. നിങ്ങളുടെ വാക്കൊന്നാണ്, പ്രവൃത്തി ഒന്നാണ്. നിങ്ങൾ തന്നെ കോൺട്രഡിക്ടറി ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. ഐ ജസ്റ്റ് വാണ്ടഡ് ടു ആഡ് ടു രഹ്നാസ് സെക്കൻഡ് ക്വസ്റ്റ്യൻ. 2-3 ദിവസം മുമ്പ് ഇസ്ലാമോഫോബിയ പരത്തുന്ന ഫ്രീ അല്ല, കാഫില എങ്ങനെയാണ് കോൺട്രഡിക്ട് ചെയ്തത് ഒന്ന് പറയാമോ? ഐ ഡിഡ്ന്റ് ഗെറ്റ് യു. ഐ തിങ്ക് ഐ ലോസ്റ്റ് കണക്ഷൻ. ഓക്കെ, യു ആർ സേയിങ് ഇസ്ലാമിലെ പ്രശ്നങ്ങൾ ഇസ്ലാമിലെ സ്ത്രീകൾ സംസാരിക്കുന്നു. അപ്പോ ഞങ്ങളിപ്പോ ഇസ്ലാമിലെ സ്ത്രീകൾ സംസാരിക്കുമ്പോൾ ഞങ്ങള് കുറച്ചു പേരൊന്നും എക്സ് മുസ്ലിംസ് അല്ല. ഇപ്പൊ ഇവിടെ നിന്ന് സംസാരിക്കുന്നവർ എക്സ് മുസ്ലിംസ് അല്ല. പക്ഷെ ഞങ്ങൾ അത് സംസാരിക്കുമ്പോഴേക്കും അതായത് നിങ്ങൾക്ക് ഈ ഇസ്ലാമിസ്റ്റ് ലേബിലുള്ള ഒരുപാട് പേര് തന്നെ വന്നിട്ടാണ് നമ്മളെ അറ്റാക്ക് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്നു അതൊക്കെ എങ്ങനെ മുസ്ലിംസ് ആണ് നിങ്ങൾക്ക് ഉറപ്പിക്കാൻ പറ്റും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ആ അക്കൗണ്ട്സ് അറിയാം. നമുക്ക് ചില പീപ്പിളിനെ അറിയാം. അതുകൊണ്ട് തന്നെയാണ് അങ്ങനെ സംസാരിക്കുന്നത്. പിന്നെ കോൺട്രഡിക്ടറി ആയത് എന്താന്ന് വെച്ചാല്, ഇപ്പൊ നിങ്ങൾ പറയുന്ന ഇസ്ലാമിൽ തന്നെയുള്ള സ്ത്രീകൾ ഇതിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ നിങ്ങൾ തന്നെ സംഘടിപ്പിക്കുന്ന ഡിസ്കഷൻസ് നോക്കൂ. രഹ്ന പറഞ്ഞ പോലെ ആ വായിച്ച ആ ഒരു ഹെഡിങ് നോക്കൂ. നിങ്ങൾ ഞങ്ങൾ എങ്ങനെയൊക്കെയാണ് ലേബൽ ചെയ്യുന്നത്? ഇസ്ലാമോഫോബിക്സ് ആയിട്ട് ലേബൽ ചെയ്യുന്നു. സ്വതന്ത്ര ചിന്തയിലെ സ്ത്രീകൾ, കുടുംബം കലക്കികൾ, മറ്റത് മറിച്ചത്, അങ്ങനെ നമ്മൾക്ക് ഒരിക്കലും സോഷ്യലി ആക്സെപ്റ്റബിൾ അല്ലാത്ത ടേംസ് വെച്ചിട്ടാണ് ഞങ്ങൾ തന്നെ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. നിങ്ങൾ പറയുന്നതല്ല നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നത്. ഓക്കെ, റെസ്പോണ്ട് ചെയ്യട്ടെ. ഓക്കെ, സി കഫീല, നമ്മൾ മുസ്ലിങ്ങൾ തന്നെയാണ്. We are also practicing Muslims and we also want our dignity, Farhana. Yeah, that is completely fine. I'm not taking anything away. I'm just asserting my dignity here. Just a moment. ഞാനൊന്ന് കാഫിനോട് റെസ്പോണ്ട് ചെയ്തിട്ട് അത് കഴിഞ്ഞിട്ട് ഷഹീബിലേക്ക് വരാം. ഓക്കെ, കാഫ് ഇപ്പൊ പറയണ്ടേ നിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന്. ഞാൻ ഇസ്ലാമിസ്റ്റ് ആണെന്ന് കാഫിനോട് ആരവിടെ പറഞ്ഞത്? ഞാൻ നിങ്ങളെ അല്ല ഉദ്ദേശിച്ചത്. നിങ്ങൾ എന്ന് ഞാൻ സംസാരത്തിൽ പറഞ്ഞാണ്. അല്ല, നിങ്ങൾ ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇസ്ലാമിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഓഡിയൻസിൽ ഒരുപാട് ഇസ്ലാമിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെല്ലാം ഉണ്ട്. ഞാൻ അങ്ങനെ പറഞ്ഞാണ്. ഫർഹാന ഇസ്ലാമിസ്റ്റ് എന്നല്ല പറഞ്ഞത്. ഷഹീബ ജസ്റ്റ് മൊമെന്റ്. കാഫ് ഒരു മിനിറ്റ്. ഇവിടെ കുറച്ച് കാര്യങ്ങൾ റേസ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞിട്ട് ഷഹീബിലേക്ക് വരാം. ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. ഞാൻ എങ്ങോട്ടും പോകുന്നില്ല. ഓക്കെ, ജബ്ബാറിന്റെ പ്രൊഫൈൽ എടുത്ത് നോക്കൂ. ജബ്ര 21 എന്നാണ്. അദ്ദേഹം തന്നെ ജബ്ര എന്നാണ് ഈ പ്രൊഫൈൽ എഴുതിയിട്ടുള്ളത്. അതൊന്ന് എടുത്ത് നോക്കൂ. നിങ്ങൾ തന്നെ അത് അഗ്രി ചെയ്തൊരു സംഭവമാണ്. നിങ്ങളിപ്പോ ജബ്ര, ഒരു മിനിറ്റ്, ഞാൻ കാഫിനോട് റെസ്പോണ്ട് ചെയ്യട്ടെ. കാഫ്, അതിന് മുന്നേ കാഫിന്റെ പേരെന്താണ്? കാഫ് എന്ന് പറയുമ്പോൾ ഒരു ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, കഫീല. ഓക്കെ, കഫീല ഇപ്പം വൈരുദ്ധ്യം പറഞ്ഞല്ലോ. ഇപ്പൊ വൈരുദ്ധ്യം, ഇപ്പൊ നിങ്ങളുടെ ടൈറ്റിൽ ഇവിടെ നോക്കൂ. നിങ്ങളുടെ ടൈറ്റിൽ എന്താ? ഇസ്ലാമിസ്റ്റുകൾ സീൽ പൊട്ടിയ കുപ്പിവെള്ളം ആരേലും വാങ്ങുമോ? അത് കൊടുക്കുന്ന ഒരു ഇംപ്ലിക്കേഷൻ എന്താ? സുന്നി സോൾജിയർ എന്ന് സ്വന്തം പ്രൊഫൈൽ ഇട്ടിട്ടുള്ള ഒരു പേഴ്സൺ പറഞ്ഞ കമന്റ് ആണ്. അതുകൊണ്ടാണ് ഇസ്ലാമിസ്റ്റുകൾ സീൽ പൊട്ടിയ കുപ്പിവെള്ളം. അത് പുള്ളി പറഞ്ഞ അതേ കമന്റ് കോട്ടാണ്. അല്ലാതെ ഞാനിവിടെ കോൺട്രഡിക്ഷൻ പറയട്ടെ. എന്റെ പ്രൊഫൈലിലെ ടോപ്പിക് എന്താണ്? കുടുംബം കലക്കുന്ന സ്വതന്ത്ര ചിന്ത. ഇവിടെ ആ ചിന്തനെയാണ് അഡ്രസ് ചെയ്യുന്നത്. നിങ്ങൾ എന്താ ചെയ്യാറ്? നമ്മൾ കുടുംബം ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്യട്ടെ പ്ലീസ്. ലെറ്റ് മീ കംപ്ലീറ്റ്.
കുടുംബം കലക്കുന്ന ഫർഹാന, ഇത് സ്വതന്ത്ര ചിന്ത. ഫർഹാനിന് ചോദ്യം ചെയ്യാനും ഫർഹാനക്ക് ഉത്തരം പറയാനും വേണ്ടി ഞങ്ങൾ ഉണ്ടാക്കിയ ഗ്രൂപ്പ് അല്ല. മൈ നിങ്ങൾ ക്വസ്റ്റ്യൻ ഇസ് എന്നോട് വെരി ക്ലിയർ ചോദിച്ചാൽ ആൻഡ് ഞാൻ വാലിഡ്. റെസ്പോണ്ട് ചെയ്യണ്ടേ No, ഷൈബ? my എന്നോട് question ചോദിച്ചാൽ is very റെസ്പോണ്ട് clear ചെയ്യണ്ടേ? and valid. I am a Muslim and how can you call me as a Jabra? Shaiba, let her Let me try. respond, no? No, Let എന്നിട്ട് me Furhan, എന്നിട്ട് respond you add ഷൈബ. on. that we Let me have to respond be ഷൈബ. asked. അപ്പൊ കുറെ കാര്യങ്ങൾ This is എനിക്കെതിരെ ഇങ്ങനെ, something അല്ലെങ്കിൽ because എന്റെ നമ്മളുടെ കമ്മ്യൂണിറ്റിക്കെതിരെ identity പറയുമ്പോ ഐ question വിൽ ചെയ്യുന്ന ഹാവ് ടു ഫർഹാനെ. ഇന്റർജെക്ട്. ഐ വിൽ ഹാവ് What ടു do you mean by റെസ്പോണ്ട്. your community? നിങ്ങൾ തന്നെ പറയും അത്, നിങ്ങൾ തന്നെ പറയും ഇത്. എന്ന് പറഞ്ഞ് വ്യത്യാസം പറയരുത്. നിങ്ങൾ കമ്മ്യൂണിറ്റിയിലല്ല ഞാൻ അവിടെ പറഞ്ഞിട്ടില്ലല്ലോ. എന്റെ But you കമ്മ്യൂണിറ്റി എന്ന് said പറഞ്ഞാൽ it. നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ You ഇല്ല said ഞാൻ it. പറയുന്നില്ല. ഓക്കെ, You said it. കഫീല നേരത്തെ പറഞ്ഞതിനോട് എനിക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷൈബ പ്ലീസ് ലെറ്റ് മീ റെസ്പോണ്ട് ടു ഹർ. ഞങ്ങളൊക്കെ ഓക്കെ, മുസ്ലിംസ് ആണ് കേട്ടോ, അത് മനസ്സിലാക്കണം. നിങ്ങൾ മുസ്ലിംസ് ആണ്. ഞാൻ എവിടെങ്കിലും പറഞ്ഞു? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മുസ്ലിം സ്ത്രീകളെ എന്റെ കമ്മ്യൂണിറ്റിയാണ്. നിങ്ങൾ മുസ്ലിം സ്ത്രീ അല്ല എന്നുള്ളത് അതിന്റെ അർത്ഥം ഉണ്ടോ? എന്റെ കമ്മ്യൂണിറ്റിക്കെതിരെ എന്ന് പറയുമ്പോൾ അതിന്റെ അതെവിടെയാണ് നിങ്ങൾ പുറത്താക്കുന്നത്? അങ്ങനെയൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല. ശരി, ഫർഹാൻ പറയൂ. വഫ കുട്ട, എന്റെ കമ്മ്യൂണിറ്റി എന്നുള്ളത് എനിക്ക് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഞാൻ ഇൻഡിവിജ്വലിസ്റ്റ് ഒന്നല്ല. എനിക്ക് എന്റെ കമ്മ്യൂണിറ്റി ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ടാണ് എനിക്ക് ഇത്ര രോഷം വരുന്നതും. മേ ബി ഇറ്റ്സ് റിയലി ഇമ്പോർട്ടന്റ് ടു മീ. അതുകൊണ്ടാണ് ഇത്ര ഇമോഷണൽ ഔട്ട്ബസ്റ്റ് ആവുന്നത്. ഓക്കെ, അത് നിങ്ങൾ പിന്നെ ഭയങ്കര അസഹിഷ്ണുത, ഇന്റോളറന്റ് ഒക്കെ ചിത്രീകരിക്കെങ്കിലും ഐ വിൽ കീപ് അസേർട്ടിങ് മൈ കമ്മ്യൂണിറ്റി. ഓക്കെ, പിന്നെ ഈ എന്റെ ടോപ്പിക് എന്റെ സൗണ്ട് ഇല്ലേ? പറയൂ. ഓക്കെ. എന്റെ പ്രൊഫൈലിലുള്ള വിഷയം പിന്നെ എന്താണ്? കുടുംബം കലക്കുന്ന സ്വതന്ത്ര ചിന്ത, ഫ്രീ തിങ്കിങ്, അല്ലെങ്കിൽ ഫ്രീ തിങ്കിങ് എന്നുള്ളത് ഒരു ആശയധാരയാണ്. ഓക്കെ, അതില് ഫ്രീ തിങ്കിങ്ങിന്റെ ഒരു ഫ്രെയിം വർക്കിൽ എങ്ങനെയാണ് ഒരു ഫാമിലിനെ എൻവിഷൻ ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു ഫാമിലി സ്ട്രക്ചറിനെ ഇവാലുവേറ്റ് ചെയ്യുന്നത് എന്നാണ് നമ്മുടെ ഡിസ്കഷനിൽ, അങ്ങനെയാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. യു ഡോണ്ട് നീഡ് ടു അസ്യൂം ദാറ്റ് വി വിൽ ബി ബാഷിംഗ് ഓൾ ഓഫ് യു ഓർ ദാറ്റ് വി വിൽ ബി എന്താ അങ്ങനത്തെ ഒരു സംഭവമൊന്നുമല്ല. വളരെ ആശയപരമായിട്ട്. അതുകൊണ്ടാണ് അത് കുറെ ഇന്നസെന്റ് ആയിട്ട് പോർട്രേ ചെയ്യരുത്. വി ബീൻ ദേർ, വി ബീൻ ത്രൂ ദാറ്റ്. ഒരു മിനിറ്റ്, അല്ല, നമ്മളെ ടോപ്പിക്ക് ഫർഹാന, 2 ആഴ്ച മുമ്പ് ഇസ്ലാമോഫോബിയ പരത്തുന്ന ഫ്രീ തിങ്കേഴ്സ് എന്ന് പറഞ്ഞ ഒരു ഡിസ്കഷൻ ഉണ്ടായിരുന്നു. ഇസ്ലാമോഫോബിയ, ഫ്രീ തിങ്കേഴ്സ്, ഇസ്ലാമോഫോബിയ, ഇങ്ങനത്തെ കുറെ ഡിസ്കഷൻസിന്റെ ടൈറ്റിൽ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. അതിനൊക്കെ എന്ത് ജസ്റ്റിഫിക്കേഷനാണ് നിങ്ങൾ തരുന്നത്? മനസ്സിലാവുന്നില്ല. ജസ്റ്റിഫിക്കേഷൻ തരാം. ആരിഫ് ഹുസൈൻ തെരുവത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രമുഖ എക്സ് മുസ്ലിം ഫേസ്ബുക്കിൽ എഴുതുകയാണ്, പിന്നെ ഇസ്ലാം മത വിമർശനത്തിന് ഹിന്ദുത്വവാദികൾ തന്നെ വേണമെന്ന്. ഇസ്ലാം മത വിമർശനം കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ ഹിന്ദുത്വവാദികൾ തന്നെ വേണമെന്ന്. ഇത് പിന്നെ ഇസ്ലാമോഫോബിയ അല്ലാണ്ട് പിന്നെ വേറെ എന്താണ്? നിങ്ങൾ പരസ്യമായിട്ട് ആരിഫ് ഹുസൈൻ തെരുവത്ത് ജബ്ര ഗ്രൂപ്പിൽ ഒരു പ്രമുഖ, നിങ്ങൾക്ക് അയാളെ അസോസിയേഷൻ ഉണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങൾ ഇസ്ലാമിസ്റ്റുകളെ ഗ്രൂപ്പിൽ നടത്തുന്ന ചർച്ചകൾ ഇവിടെ പരാമർശിക്കുന്നോണ്ടാണ് ആരിഫ് ഹുസൈൻ തെരുവത്തിന്റെ. എടാ ലെറ്റ് കംപ്ലീറ്റ്. നോ, ആൾ പറയട്ടെ. എടാ പ്ലീസ്. അല്ല, ഇത് കഫീല can't you see what is happening here? കഫീല ഷെഹീബ ബേസിക്കലി ഭയങ്കര പാഷനറ്റ് ആണ്. ഷെഹീബ നമ്മളിട്ട് ഓർഗനൈസ് ചെയ്യുന്ന ഡിസ്കഷനിലും ഷീ ഈസ് വെരി പാഷനറ്റ്. അപ്പൊ കഫീല ഒന്ന് മോഡറേറ്റ് ചെയ്യൂ. കഫീല ഇത് എനിക്കെതിരെ കുറെ ചോദ്യങ്ങൾ ഓൾറെഡി വന്നു. അത് അഡ്രസ് ചെയ്യാൻ സമ്മതിക്കണം. കംപ്ലീറ്റ് ചെയ്യാൻ listen, Kafila, 1 second, let me complete. ഫർഹാനയ്ക്ക് അഡ്രസ് ചെയ്യാനുള്ള ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് ഫർഹാൻ അത് പറയൂ. ജസ്റ്റ് ഡോണ്ട് യൂസ് പ്രൊനൗൺസ്. നിങ്ങൾ എന്ന് പറഞ്ഞ പ്രൊനൗൺസ് യൂസ് ചെയ്യരുത്. അത് ഞങ്ങളെ ട്രിഗർ ചെയ്യുന്നുണ്ട്. ലൈക്ക് ആസ് ഐ ടോൾഡ് യു, ഐ ആം എ മുസ്ലിം, ഐ ആം എ പ്രാക്ടീസിംഗ് മുസ്ലിം, സോ ഇറ്റ് ഈസ് ട്രിഗറിംഗ് മീ. സോ യു യൂസ് ദ വേർഡ്. ഏത് ടെർമിനോളജി വെച്ചിട്ടാണെങ്കിലും നിങ്ങൾക്ക് അവരെ ഏത് ഗ്രൂപ്പിനെയാണ് നിങ്ങൾ അഡ്രസ് ചെയ്യുന്നത് വെച്ചാൽ ആ ഗ്രൂപ്പിന്റെ പേര് പറഞ്ഞ് നിങ്ങൾ പറയൂ. ഞാൻ നിങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ, നിങ്ങൾ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പിൽ, നിങ്ങൾ ഇസ്ലാമിസ്റ്റ്. അപ്പൊ ക്ലബ് ഹൗസിൽ പൊതുവെ നമ്മള് പിന്നെ ഈ ഒരു 2 ഇതായിട്ടാണ് പോകുന്നത്. മേ ബി ഓക്കെ, മേ ബി യു ഡോണ്ട് അസോസിയേറ്റ് വിത്ത് ദാറ്റ് പൊളിറ്റിക്സ്. അപ്പം മേ ബി യു ആർ നോട്ട്. അല്ല, പിന്നെ എക്സ് മുസ്ലിംസ് എന്നുള്ളത് എക്സ് മുസ്ലിംസും മുസ്ലിംസും തമ്മിലുള്ള ഒരു ഡിബേറ്റിന്റെ കോണ്ടെക്സ്റ്റ് ആണ് ഞങ്ങൾ എന്ന് പറയുന്നത്. ഇവിടെ നേരത്തെ നിങ്ങൾ ഇസ്ലാമിസ്റ്റുകൾ എന്ന് പറയണ്ടേ? അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ എക്സ് മുസ്ലിംസ് എന്നുള്ളത്. മേ ബി ഇറ്റ് ഡസൻ അപ്ലൈ ടു യു. ഐ എം സോറി ഫോർ ദാറ്റ്. മേ ബി ഇറ്റ് വാസ് ടു ജനറൽ എ കോമെന്റ്. ഓക്കെ, ആരിഫ് ഹുസൈൻ തെരുവത്തിലേക്ക് തന്നെ വരാം. ആരിഫ് ഹുസൈൻ തെരുവത്ത് ഇങ്ങനെ പബ്ലിക് ആയിട്ട് പറയാണ് ഹിന്ദുത്വവാദികൾ തന്നെ വേണമെന്ന്. ആ ഗ്രൂപ്പ്സിലൊക്കെ ഇവിടെ കാണുന്ന പലരെയും ഞാൻ കണ്ടിട്ടുണ്ട്. മോഡറേറ്റേഴ്സായിട്ടും സ്പീക്കേഴ്സായിട്ടും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. വളരെ സൗഹാർദ്ദപൂർവ്വം ഡിസ്കസ് ചെയ്യുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. ഷഹീബിനെ ഇതുവരെ കണ്ടിട്ടില്ല. അതുകൊണ്ട് ഐ വാസ് ടോക്കിംഗ് ടു ദാറ്റ്, ടോക്കിംഗ് ഇൻ ദാറ്റ് കോണ്ടെക്സ്റ്റ്. ഓക്കെ, പിന്നെ ബാക്കി എന്താണ്? ഞാനൊന്ന് റെസ്പോണ്ട് ചെയ്തോട്ടെ.
പറയൂ. ആരിഫ് നമ്മളുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു ഹ്യൂമൻ ബീങ് ആയിട്ടാണ് പെരുമാറിയിട്ടുള്ളത്. അപ്പൊ നമ്മൾ ആ ഗ്രൂപ്പിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്, റെസ്പോണ്ട് ചെയ്യാറുണ്ട്. പിന്നെ ആരിഫ് ഏത് കോണ്ടെക്സ്റ്റിലാണ് അത് പറഞ്ഞതെന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. സോ ഞാൻ അത് എന്താണെന്ന് അദ്ദേഹത്തിനോട് ഞങ്ങൾ കഫീല, ഞാൻ ഒരു കാര്യം പറയട്ടെ. കഫീല ഒരു മിനിറ്റ് അല്ല, ഇതിനോട് ബന്ധപ്പെട്ട ആ കോണ്ടെക്സ്റ്റിന്റെ കാര്യമാണ്. ഫർഹാന കോണ്ടെക്സ്റ്റിന്റെ കാര്യമാണ്. അത് പറയട്ടെ ഫർഹാന പറയട്ടെ. അതായത് ഇപ്പം എനിക്ക് വരെ മെസ്സേജ് വന്നിട്ടുണ്ട്. അതായത് ഞാൻ RSSന്റെ ഫണ്ട് മേടിച്ചിട്ടാണ് ഈ സംസാരിക്കുന്നതെന്ന് വന്നിട്ടുണ്ട്. ഇസ്രായേലിന്റെ ഫണ്ട് മേടിച്ചിട്ടാണ് സംസാരിക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഹി വാസ് ആക്ച്വലി കൈൻഡ് ഓഫ് ഒരു ഐറണി പോലെ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു തമാശ പോലെ പറഞ്ഞതാണ്. അതായത് RSS അജണ്ട ഉള്ള ആളാണെങ്കിൽ മാത്രമേ ഇസ്ലാമോഫോബിക് ആയിട്ട് സംസാരിക്കാൻ പറ്റുള്ളൂ. ദാറ്റ് വാസ് ദ കോണ്ടെക്സ്റ്റ്. അല്ല, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കോണ്ടെക്സ്റ്റ് അറിഞ്ഞതിന് ശേഷം സംസാരിക്കാന്ന്. അല്ലെങ്കിൽ സംസാരിക്കാൻ ഒന്ന് അനുവദിക്കൂ. വെയിറ്റ്, എനിക്ക് ഫർസാനോട് പറയണം. ആർ യു ജസ്റ്റിഫൈങ് ഹിസ് കമന്റ്സ് ദേർ ദാറ്റ് ഇസ്ലാം മത വിമർശനം ചെയ്യാന് പിന്നെ ഹിന്ദുത്വവാദികൾ തന്നെ വേണം എന്ന ആരിഫ് ഹുസൈന്റെ കമന്റ്, ആർ യു ജസ്റ്റിഫൈങ് ദാറ്റ്? പ്ലീസ് അണ്ടർസ്റ്റാൻഡ് ദ കോണ്ടെക്സ്റ്റ് ഫർഹാന. അത് ഒരു വളരെ തെറ്റായ രീതിയിലാണ് ഇവിടെ വ്യാഖ്യാനിച്ചത്. അതുകൊണ്ടാണ് പറഞ്ഞത്. ഇറ്റ്സ് വെരി ക്രിസ്റ്റൽ ക്ലിയർ. അതിനൊരു തെറ്റില്ല. ഞാനൊരു ഒന്ന് ചോദിച്ചോട്ടെ. ഫർഹാന, ആരിഫ് ഹുസൈന്റെ ഈ പോസ്റ്റിനെതിരെ പറയുന്ന നിങ്ങൾ എന്തുകൊണ്ടാണ് ആ ഉസ്താദിനെതിരെ പറയാത്തത്? ഒരു അമുസ്ലിം, മുസ്ലിം മതം വിശ്വാസം നിർത്തി മതം ഒഴിഞ്ഞു പോയ ഒരാളെ കൊല്ലണം എന്ന് പറഞ്ഞ ഉസ്താദിനെതിരെ നിങ്ങൾ എന്താണ് പറഞ്ഞത്? ഇതിനിടെ നിങ്ങൾ ഇതുവരെ ഉണ്ടല്ലോ, മുർത്തദിന്റെ വിഷയം എന്ന് പറഞ്ഞാല് അതിന്റെ പ്രാമാണികമായിട്ട് സംസാരിക്കാൻ ഞാൻ ഒരു ആലിമല്ല. എനിക്ക് അതിന്റെ ഒരു സ്കോളർലി ട്രെയിനിങ് ഒന്നുമില്ല. ഞാൻ ഇവിടെ സംസാരിച്ചത് അത് ശരിയാണോ തെറ്റാണോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അത് നിങ്ങൾക്ക് ശരിയായിട്ട് തോന്നുന്നുണ്ടോ, അതോ നിങ്ങൾ അതിനെതിരെ സംസാരിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? അത്രേ ഉള്ളൂ. ഒരു ഉസ്താദ് 14-15 വയസ്സുള്ള കുട്ടികളോട് പറയട്ടെ, റെസ്പോണ്ട് ചെയ്യട്ടെ. രഹന ഒരു ഐസൊലേറ്റഡ് സിറ്റുവേഷൻ കൊണ്ടുവന്നിട്ട് അത് ശരിയാണോ തെറ്റാണെന്ന് പറയും. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ആയിപ്പോലെ. ഓക്കെ, അത് ഐസൊലേറ്റഡ് അല്ല. I can change my DP to പിന്നെ whatever that Arif Hussain has commented. I can change my DP for you all to see that. അതിൽ വേറൊരു കോണ്ടെക്സ്റ്റ് മനസ്സിലാവട്ടെ എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. കഫീല എനിക്ക് 1 മിനിറ്റ് സംസാരിക്കാൻ തരുമോ? ഞാനിവിടെ ആശാ സൂസൻ എന്നുള്ള പേര് പല പ്രാവശ്യം ഫർഹാൻ ഇവിടെ ഉന്നയിക്കുന്ന കേട്ടതുകൊണ്ട്, അതായത് മുസ്ലിം സ്ത്രീകളുടെ പ്രശ്നത്തിൽ ആശാ സൂസൻ ഒറ്റ മിനിറ്റ് ഫർഹാന, എനിക്ക് ചോദിക്കാനുള്ളത്, എനിക്ക് ചോദിക്കാനുള്ളതും കൂടിയിട്ടുള്ള കാര്യം ഞാൻ പറയുമായിരുന്നു. ശബരിമല വിഷയത്തിനകത്ത് ഞാൻ തലയിട്ടിട്ടുണ്ടായിരുന്നു. എന്തിനായിരുന്നു ഞാൻ തലയിട്ടത്? അതൊരു ജെൻഡർ ഈക്വാലിറ്റിയുടെ പ്രശ്നമായിരുന്നു. അല്ലാതെ അത് ഈ ഹിന്ദു സ്ത്രീകളുടെ മാത്രം പ്രശ്നമായിട്ട് ഞാനത് കണ്ടിട്ടില്ല. ഫർഹാനയ്ക്ക് മേ ബി അങ്ങനെ അത് ഹിന്ദു സ്ത്രീകളുടെ പ്രശ്നമായിട്ട് വേണമെങ്കിൽ കാണാം. ഞാൻ ഇവിടെ ബാബറി മസ്ജിദിന്റെ പ്രശ്നത്തിൽ തലയിട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു അത്? അതിവിടെ മുസ്ലിങ്ങൾക്ക് നേരെയുള്ള അനീതിയായിട്ട് കണ്ടതുകൊണ്ടാണ് ഞാനത് തലയിട്ടത്. ഞാൻ CAA പ്രശ്നത്തിൽ തലയിട്ടിട്ടുണ്ടായിരുന്നു. എന്തുകൊണ്ടാണത്? ഇതെല്ലാം ഹ്യൂമാനിറ്റിയുടെ പ്രശ്നമായതുകൊണ്ടാണ്. ഞാനിവിടെ ഹോമോസെക്ഷുവാലിറ്റിക്ക് വേണ്ടി സംസാരിക്കാറുണ്ട്, ഞാനിവിടെ ട്രാൻസ്ജെൻഡറിന് വേണ്ടി സംസാരിക്കാറുണ്ട്. ഇതിനെ എല്ലാത്തിനു വേണ്ടി എല്ലാ മതത്തിലെ സ്ത്രീ വിരുദ്ധതകളെ കുറിച്ചും സംസാരിക്കാറുണ്ട്. പക്ഷെ ഫർഹാനയുടെ സ്ത്രീകളുടെ പ്രശ്നം അല്ലെങ്കിൽ മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ പ്രശ്നം മാത്രമാണ് വലുത്. അതിൽ മാത്രം സംസാരിച്ചാൽ മതി. ഞങ്ങളുടെ പ്രശ്നം ഞങ്ങൾ എന്നുള്ള രീതിയിലാണ് ഫർഹാനയുടെയും ഫർഹാനയുടെ കമ്മ്യൂണിറ്റിയും കാണുന്നതിൽ എന്നുള്ളതിൽ എനിക്ക് വിരോധമില്ല. ബട്ട് എന്നോട് സംസാരിക്കരുതെന്ന് പറയാൻ ഫർഹാനയ്ക്ക് റൈറ്റ്സ് ഇല്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്യോ? അത് ആശ ചേച്ചി. അപ്പൊ ഞങ്ങൾ എല്ലാവരും പല ഇസ്ലാമിക് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള കോൺവെർസേഷൻസിലൊക്കെ കണ്ടിട്ട് ആൾ അങ്ങനത്തെ ഒരു ഇനിഷ്യേറ്റീവ് ആണെന്ന് വിചാരിച്ചിട്ട് ട്രിഗേർഡ് ആയിട്ട് ആൾ ആ ഒരു രീതിയിൽ സംസാരിച്ചതായിരിക്കണം. ഷി ഹാസ് അപ്പോളജൈസ്ഡ് ആൻഡ് സ്റ്റഫ്. ആശ ചേച്ചി, അത് ഫർഹാന, ഷി വാസ് നോട്ട് ഹിയർ. ഇഫ് യു കുഡ് maybe talk to her. Asha Chechi is here, right? Yeah, she is here now. Okay. സി ഞങ്ങള് എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് കമ്മ്യൂണിറ്റിക്കെതിരെ വിഷയമായിട്ട് റിപ്പീറ്റഡ്ലി ഇപ്പൊ കുറെ പ്രാവശ്യമായി പറയുന്നു. ഓക്കെ, ഞങ്ങൾ എന്ന് പറയുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാല് മുസ്ലിം കമ്മ്യൂണിറ്റിക്കെതിരെ വിമർശനങ്ങൾ വരുമ്പോ പിന്നെ ഞങ്ങൾ എന്നല്ലേ പറയേണ്ടത്. ഓക്കെ, ദാറ്റ് ഇസ് വൺ. സെക്കൻഡ്, മുസ്ലിം കമ്മ്യൂണിറ്റി ഞാൻ കംപ്ലീറ്റ് ചെയ്യട്ടെ. ആശ ചേച്ചി പറഞ്ഞപ്പോ നിങ്ങൾ ബിറ്റ്വീൻ ഇത് ഓക്കെ ആക്കാനാണ് നോക്കുന്നത്. നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റി അങ്ങനെ ഞങ്ങൾ നിങ്ങൾ എന്നുള്ള രീതിയിൽ സംസാരിക്കാതെ പ്ലീസ്
പ്ലീസ് അതൊന്ന് രമ്യായിട്ട് ഒന്ന് പരിഹരിക്കും. ബിക്കോസ് ഷി വാസ് ഹേർട്ട്. അല്ല, മുസ്ലിംസിന് ഇപ്പൊ എല്ലാരും എന്ന് പറയാൻ പറ്റുമോ? നമുക്ക് ഇവിടെ എല്ലാരും മുസ്ലിംസ് ആണോ? എല്ലാരും മുസ്ലിംസ് ആണോ? Please don't make it worse. I am trying to make it easier for you. അപ്പൊ ആശ ചേച്ചിയുടെ അടുത്ത് ഞാൻ ഞങ്ങൾ ഇവിടെ റിലിജിയൻ ഇല്ലാതെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഫർഹാന. ട്വിസ്റ്റ് ചെയ്യുന്നതല്ല, നിങ്ങളുടെ എന്ന് പറയുമ്പോൾ പിന്നെ ഞങ്ങളുടെ എന്നല്ല എനിക്ക് പറയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ഉസ്താദുമാര്, നിങ്ങളുടെ പിന്നെ മുസ്ലിം, നിങ്ങളുടെ ഇസ്ലാമിസ്റ്റുകള്, നിങ്ങളുടെ പിന്നെ അങ്ങനൊക്കെ പലതും പരാമർശം ഉണ്ടായിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ ചോദിച്ചപ്പോ ഫർഹാന, ഇഫ് യു ഫെൽറ്റ് ബാഡ് വി അപ്പോളജൈസ്. ഇനി നൗ യു ക്യാൻ ടോക്ക് ടു ആശ ചേച്ചി. Please, like religious angle കൊണ്ടുവരാതെ just make her feel okay and let's move. മുസ്ലിം സ്ത്രീകളെ പറ്റി പറയുമ്പോൾ മുസ്ലിം എന്നുള്ള റിലീജിയസ് ആംഗിൾ ആണ്. മുസ്ലിം ഒഴിവാക്കിയിട്ട് വെറും വുമൻ എന്നുള്ളത് മാത്രം അഡ്രസ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്, അതിന്റെ സോഷ്യോളജിക്കലി സ്പീക്കിംഗ്. ഓക്കെ ആശ ചേച്ചി, പിന്നെ നിങ്ങൾ പറയണ്ടായി നമ്മൾ ഈ മുസ്ലിം വുമന്റെ പ്രശ്നങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ. ഹൗ ഡിഡ് യു റീച്ച് ഇൻ ടു ദാറ്റ് കൺക്ലൂഷൻ? You check my Facebook history. I have been very active in Rohit Vemula movement, Ambedkarite movement. We are part of this party in JNU where we talk about എന്താ പല റൈറ്റ്സും പല പിന്നെ കമ്മ്യൂണിറ്റീസ് ഒരുമിച്ച് ദളിത് ബഹുജൻ ആദിവാസി കളക്റ്റീവിന്റെ ഭാഗമാണ്. How can you assume that I am just talking about Muslim women? അല്ലെങ്കിൽ അങ്ങനത്തെ ഫർഹാന ഇതെല്ലാം സംസാരിച്ചപ്പോ ഒറ്റ മിനിറ്റ്, ഫർഹാനോട് ഞാൻ ചോദിക്കുന്നത് കേൾക്കൂ. ഫർഹാന ഇതെല്ലാം സംസാരിച്ചപ്പോ ഏതെങ്കിലും ഒരു അമ്പേ ക്രിസ്റ്റികൾ വന്നിട്ട് ഫർഹാനോട് പറഞ്ഞിരുന്നോ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ പറഞ്ഞോളാം, നിങ്ങൾ സംസാരിക്കേണ്ടായിരുന്നു? ഏതെങ്കിലും ഒരാൾ ഫർഹാനോട് പറഞ്ഞിരുന്നാൽ എന്തായിരിക്കും ഫർഹാനയുടെ മറുപടി? ഞാൻ ആശ ചേച്ചി നേരത്തെ കഫീല പറഞ്ഞില്ലേ, നിങ്ങളോട് ഞാൻ ആ കമന്റ് പറഞ്ഞത് ആ ഒരു തെറ്റിദ്ധാരണയുടെ പേരിലാണ്. ഐ എം സോറി ഫോർ ദാറ്റ്. വീണ്ടും ഫർഹാനെ അതിവിടെ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ വീണ്ടും വന്ന് പറയുന്നു. നിങ്ങൾ കമ്മ്യൂണിറ്റി ആശ ചേച്ചി, I know her kind of. അപ്പൊ I think apology genuine ആണെങ്കിൽ she'll accept it. Let's move on. ഇനി റെഹ്നയുടെ ക്വസ്റ്റ്യന്റെ ആൻസർ പറഞ്ഞിട്ട് ഫർഹാന, let's move on. Let's come back to the topic. ഓക്കെ സി റഹ്നന്റെ ചോദ്യം എന്തായിരുന്നു? മുക്തദിന്റെ ഞാൻ എന്താണ് ഷൈബ? I don't understand it. She doesn't have to answer the question. Just move on with our topic. What was our topic? Just discuss with that. അവര് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഞാൻ ഇതിലെ ക്ലർജിയിലുള്ള ആളല്ല, ഞാനൊരു അങ്ങനെയുള്ള ഒരാളല്ല എന്ന് അവര് പറയുന്നുണ്ട്. പിന്നെ അങ്ങനെയുള്ള ഒരാൾക്ക് നമ്മൾ എന്തിന് ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസിന് ആൻസർ ചോദിക്കാൻ പോകുന്നത്? Let's discuss about our topic. Okay, fine. ടോപ്പിക്കിനെ കുറിച്ച് സംസാരിച്ചിട്ട് ലെറ്റ്സ് ഗോ ടു ദി നെക്സ്റ്റ് പേഴ്സൺ. ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കും. അല്ല, ഒറ്റ സെക്കൻഡ്, ഒറ്റ കാര്യം ഒന്ന് പറയട്ടെ. ഫർഹാനോട് ഒറ്റ കാര്യം, ഒരു റിക്വസ്റ്റ് ആണ്, വേറെ ഒന്നും കൊണ്ടല്ല. നമ്മൾ ഇങ്ങനെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ വന്ന് സംസാരിക്കുന്ന എന്തുകൊണ്ടാന്ന് വെച്ചാൽ നമുക്ക് നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ സ്പേസ് കിട്ടുന്നില്ല. നിങ്ങളൊരു ചർച്ച വെക്കുമോ, ഇങ്ങനെ എന്തൊക്കെയാണ് ഇസ്ലാമിലെ സ്ത്രീകളുടെ പ്രശ്നങ്ങൾ, അവർ പറയട്ടെ, ഞങ്ങൾ കേൾക്കാം. ഏതെങ്കിലും ഒരു ചർച്ചയുണ്ടോ? അങ്ങനെ ഞങ്ങൾ എന്ത് ചർച്ച വെച്ചാലും അതിന് ഒരു കോൺട്രാഡിക്ടറി ആയിട്ട് എന്തെങ്കിലും ഒരു ടോപ്പിക് ഇടും, അതിനെ കുറിച്ച് സംസാരിക്കും, എന്നിട്ട് അതിന് അവിടെ കിടന്ന് ഇങ്ങനെ പരദൂഷണം പറയുന്ന ആൾക്കാർ. അപ്പം അതല്ലാതെ ഞങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാം. ഞാനും കഫീലയും ഷഹീബും ഒക്കെ ഇസ്ലാമിന്റെ ഉള്ളിൽ ഇസ്ലാം പ്രാക്ടീസ് ചെയ്യുന്ന സ്ത്രീകളാണ്. ഞാൻ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഇസ്ലാമിലെ ചില കാര്യങ്ങൾ, ഇസ്ലാമിലെ വൃത്തിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ തന്നെ വിദ്യാഭ്യാസത്തിനെ കുറിച്ച് പറഞ്ഞതും അതിൽ പ്രാക്ടീസ് ചെയ്യുന്ന പലതരത്തിലുള്ള ഫെസ്റ്റിവൽ, അതൊക്കെ ഞാൻ വളരെ സന്തോഷത്തോടു കൂടി കൊണ്ടാടുന്ന ഒരാളാണ്. അപ്പൊ എനിക്ക് ഇഷ്ടമാണ് എൻ്റെ മതം. പക്ഷെ അതിൽ ലോജിക്കൽ അല്ലാത്ത അല്ലെങ്കിൽ ഇക്വാലിറ്റി ഇല്ലാത്ത പ്രശ്നങ്ങൾ നമ്മൾ അഡ്രസ് ചെയ്യുമ്പോൾ അത് കേൾക്കാനും അതിന് വളരെ നല്ല രീതിയിലുള്ള മറുപടി പറയാനും ഇവിടുത്തെ സ്കോളേഴ്സ്, ഇതെല്ലാം പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന സ്കോളേഴ്സ് ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് ആ ഒരു സ്പേസ് മാത്രമാണ് വേണ്ടിയത്, അല്ലാതെ ഞങ്ങൾ ഇതിനൊരിക്കലും എന്താ പറയാ ഇസ്ലാമോഫോബിയ പരത്തല്ല. അപ്പം അങ്ങനെയുള്ളൊരു സ്പേസ് ഉണ്ടാക്കി തരാനുള്ള മാനസികാവസ്ഥ ഇവിടെയുള്ള ബാക്കിയുള്ളവർക്ക് വേണം. എല്ലാവരും ഒരേപോലെ ജീവിക്കട്ടെ, അതെ, I got your point. See, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. പിന്നെ ഈ വിഷയങ്ങളൊക്കെ നമ്മൾ അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നാണ് ഞാനും പറയുന്നത്. ഓക്കെ, അപ്പം അതിനിവിടെ വേറെ പ്ലാറ്റ്ഫോംസ് ഉണ്ട്. ഈ പറയുന്ന ഉസ്താദുമാരും സ്കോളേഴ്സ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. യു ഗൈസ് ആർ വെൽക്കം. അവിടെ ഭയങ്കര പോയിസണസ് ആണ്. വി ഹാവ് ട്രൈഡ്. പോയിസണസ് ആണ് അവിടെ. ഒരു മിനിറ്റ് കംപ്ലീറ്റ് ചെയ്ത് ഒരു മിനിറ്റ് ഷഹീബ ജസ്റ്റ് എ മൊമെന്റ്.
അതായത് നിങ്ങൾ ഏത് ഗ്രൂപ്പിലാണ് പോയെന്ന് അറിയില്ല. നമുക്കൊരു 10-15 ഗ്രൂപ്പ്സ് ഉണ്ട്. അത് ഏത് ഗ്രൂപ്പാണെന്ന് മേ ബി പിന്നെ ആള് കുറഞ്ഞ, ഞങ്ങളത് വളരെ ആള് കുറച്ചാണ്, അത് എന്താണെന്നുള്ളത് അറിയില്ല. മേ ബി അതുകൊണ്ടായിരിക്കും നിങ്ങളുടെ ഫീഡിൽ അത് വന്നിട്ടുണ്ടാവില്ല. ബട്ട് ഫർഹാന, ഇത്തരം ഗ്രൂപ്പുകൾ ഇവിടെ പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമല്ല. ആവശ്യമുള്ള ആളുകൾ അത് തപ്പി പിടിച്ച് പോയിക്കൊള്ളും. We don't want to discuss about ഷഹീബ, it. Just ദിസ് get ഇസ് into നോട്ട് the ഫെയർ. point. എന്നോട് വഫ ഒരു കാര്യം പറഞ്ഞാല് ഐ ഹാവ് ടു പിന്നെ substantiate things with my experience that there are other platforms happening with ustads. These issues are being discussed. അത്രയല്ലേ ഞാൻ പറയുന്നുള്ളൂ. എന്തിനാണ് ഷഹീബ് ഇത്ര ഹീറ്റഡ് ആവുന്നത്? I am just saying that these issues are being discussed in platforms. Maybe you guys have not seen it, or maybe the platforms you have gone are not. ടോപ്പിക് ഒന്നും അങ്ങനെ അല്ലടോ, അതുകൊണ്ടാ പറയുന്നത്. Okay, കുഴപ്പമില്ല. മേ ബി ഇനി മുതൽ മേ ബി ലൈക്ക് വഫ ഐ കൻ കണക്ട് വിത്ത് യു ആൻഡ് സേ ദാറ്റ്. കാരണം ഞങ്ങളിപ്പോ 3-4 ചർച്ചകൾ ഉണ്ടായി, അതിലൊക്കെ ഓൺലി വിമൻ ഇഷ്യൂ മാത്രം നമ്മൾ അഡ്രസ് ചെയ്തത്. ഓക്കെ, അപ്പം അങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഇനി നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പൊ യു ഗൈസ് ആർ വെൽക്കം, വേർ യു ക്യാൻ ഡയറക്ട്ലി കോൺവേഴ്സ് വിത്ത് ദി സോ കോൾഡ് ഉസ്താദ്സ് ആൻഡ് സ്കോളേഴ്സ്, ആൻഡ് ഫ്രം ദ സ്കോളർലി പെർസ്പെക്ടീവ് ഇറ്റ് സെൽഫ് തിങ്സ് വിൽ ബി അഡ്രസ്ഡ്. ആൻഡ് ഇങ്ങനത്തെ ഒരു മെക്കാനിസം ഉണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞത്. അതായത് ഷഹീബ ഇങ്ങനെ ഹീറ്റഡ് ആവേണ്ട ആവശ്യമില്ല. ഞാൻ ഇവിടെ പരസ്യം ചെയ്യാൻ ആവുന്നതല്ല. ആക്ച്വലി ഞാൻ നിങ്ങളുടെ ഒരു ഡിസ്കഷന് പോയിട്ട് അവിടെ ചെന്നിട്ട് ഞാൻ മഹറിനോട് റിലേറ്റഡ് ആയിട്ട് ഇസ്ലാമിൽ ഡോക്യുമെന്റ് ചെയ്യുന്ന കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ ഞാൻ ഒരു ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ദാറ്റ് ഹസ് ബീൻ സംതിങ് പ്രാക്ടീസ്ഡ് ബൈ അതർ മുസ്ലിംസ്, ലൈക്ക് അറബ് കൺട്രീസിലൊക്കെയുള്ള സ്ത്രീകൾക്ക് വിവാഹം എന്ന് പറയുന്നത് വളരെ സെക്യൂരിറ്റി ഉള്ള, വളരെ സെക്യൂർഡ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ്. കാരണം അവർ എല്ലാ കാര്യങ്ങളും ഡോക്യുമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരം കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ ചർച്ച ചെയ്ത സമയത്ത് എന്നെ കളിയാക്കിയിട്ട് അവിടുന്ന് താഴേക്ക് ഇറക്കി വിട്ടു. ഇത്തരത്തിലുള്ള വളരെ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ചർച്ചകളാണ് അവിടെയൊക്കെ നടക്കുന്നത്. അവിടെയൊക്കെ അവിടെ വന്ന് ഞങ്ങൾക്ക് ഇസ്ലാമിനെ കുറിച്ച് കൂടുതൽ അറിയാനുള്ള കാര്യങ്ങളൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അതിന് നല്ലത് ഞങ്ങൾക്ക് വരുന്ന സ്കോളേഴ്സ്, ഞങ്ങൾക്ക് അറിയുന്ന സ്കോളേഴ്സിനെയും ബുക്സ് ഒക്കെ ഞങ്ങൾ ഫോളോ ചെയ്യുന്നതാണ്. കാരണം ഇവിടെ ക്ലബ് ഹൗസിൽ ഇസ്ലാമിക് ഡിസ്കഷൻസ് എവിടെയൊക്കെ നടക്കുന്നുണ്ടോ അതൊക്കെ കംപ്ലീറ്റ്ലി ടോക്സിക് ആണ്. ടു സം എക്സ്റ്റെന്റ് ഇപ്പൊ എനിക്ക് തോന്നിയത് ഫർഹാന വാസ് ട്രൈയിങ് ടു പ്രൊമോട്ട് ദോസ് പ്ലാറ്റ്ഫോംസ് ഓവർ ഹിയർ. അത് കണ്ടപ്പോഴാണ് ഞാൻ ഹീറ്റഡ് അപ്പ് ആയത്. ഇറ്റ്സ് നത്തിങ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, ഞങ്ങൾക്ക് കുറെ ബാഡ് എക്സ്പീരിയൻസസ് ഉണ്ടായിട്ടുണ്ട്. ലൈക്ക് ഞാനൊരു ക്വസ്റ്റ്യൻ, വളരെ ജെനുവൻ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചു. അത് ഞാൻ ബിലീവറായിട്ട് നിന്നുകൊണ്ട് തന്നെ ഞാനൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കര ടോക്സിക് ആയി. ലൈക്ക് ഒരു ഇസ്ലാമിൽ വിശ്വസിക്കുന്ന ഒരു സ്ത്രീക്ക് റിലിജിയനിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഡൗട്ട്സ് വളരെ കൃത്യമായിട്ട് ക്ലാരിഫൈ ചെയ്ത് തരാൻ പോലും അവർ തയ്യാറല്ല. അവർ പറയുന്നത് അപ്പോഴേക്ക് നമ്മളൊരു ഫ്രീ തിങ്കർ ആണ്, ജബ്ര. I really didn't like the term you have used, ജബ്ര. Why you people are using this term? എനിക്ക് അതിന്റെ മീനിങ് പോലും അറിയില്ല. പക്ഷെ അങ്ങനെയൊക്കെ നമ്മളെ ബ്രാൻഡ് ചെയ്യുന്നു. നമ്മളൊക്കെ പ്രാക്ടീസിങ് മുസ്ലിംസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളെ ഇങ്ങനെ ബ്രാൻഡ് ചെയ്യുന്ന സമയത്ത് നമുക്കും ഈ പറഞ്ഞ പോലെ നേരത്തെ ഫർഹാന എന്താ പറയാ ട്രിഗേർഡ് ആയി എന്ന് പറഞ്ഞില്ല, അതിന്റെ ഡബിൾ ട്രിഗേർഡ് ആവും ഞങ്ങൾ. ഞാൻ കുറച്ചും കൂടി ഇമോഷണൽ ആയിട്ടുള്ള ഒരാളാണ്. ഫർഹാന, ഐ എം ജസ്റ്റ് ട്രൈങ് ടു ടെൽ വാട്ട് ഷീ ഈസ് സേയിങ്. ഓക്കെ, അതായത് നമ്മൾ ഇങ്ങനത്തെ ഡിസ്കഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വരുമ്പോഴേക്കും നമ്മളെ ഭയങ്കര അധികം റെഡിക്യൂൾ ചെയ്ത് ബ്രാൻഡ് ചെയ്ത് ലേബിൾ ചെയ്ത് വളരെ മോശം രീതിയിൽ എല്ലാ സ്ഥലങ്ങളിലും ഞങ്ങളുടെ പേരുകൾ പരാമർശിച്ച് അങ്ങനെയുള്ള ടോക്സിന് ഞങ്ങള് വിറ്റ്നസ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞങ്ങൾ അങ്ങനത്തെ പ്ലാറ്റ്ഫോംസിൽ പോവാത്തത്. നമുക്ക് വോയിസ് ഉള്ള, നമുക്ക് സംസാരിക്കാൻ താല്പര്യം, അതായത് സൗകര്യം തരുന്ന പ്ലാറ്റ്ഫോംസിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പോ പിന്നെ ഇസ്ലാമിൽ ഇപ്പൊ നമ്മളിതിപ്പോ ഡിസ്കസ് ചെയ്താൽ തന്നെ എത്ര എക്സ്റ്റെൻഡ് വരെ അവര് ഹദീസുകൾ നിരാകരിച്ചും ഖുറാന്റെ അർത്ഥവ്യാപ്തിനെ എക്സ്റ്റെൻഡ് ചെയ്തും നമ്മളുടെ ആവശ്യങ്ങൾ അവർ അംഗീകരിക്കും എന്നും നമുക്കറിയില്ല. വി ഡോണ്ട് റിയലി തിങ്ക് ദേ വുഡ്. സോ അതുകൊണ്ടാണ് നമ്മൾ അതിന് ആക്റ്റീവ് എഫേർട്ട് എടുക്കാത്തത്. ഓക്കെ, ലെറ്റ്സ് മൂവ് ഓൺ. ഐ തിങ്ക് ഒരു മിനിറ്റ് റെസ്പോണ്ട് ചെയ്യട്ടെ പറഞ്ഞ കാര്യമല്ല. അതെ, ടോക്സിക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. വി ആർ സെൽഫ്സ് ആർ ഫൈറ്റിംഗ് അഗൈൻസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് കമന്റ്സ് ആൻഡ് തിങ്സ് ലൈക്ക് ദാറ്റ്. ഞാൻ പറഞ്ഞ ഒരു കോണ്ടെക്സ്റ്റ് അവിടെ മുസ്ലിം സ്ത്രീകളായിരുന്നു ഇനീഷ്യേറ്റ് ചെയ്ത ഡിസ്കഷന്, 1-2 പുരുഷന്മാരുണ്ടായിരുന്നുള്ളൂ. ഇറ്റ് വാസ് എ വെരി ഹെൽത്തി എൻവയൺമെന്റ്. ഞാൻ അത്രേ പറഞ്ഞുള്ളൂ. മേ ബി യു ഗൈസ്, ഞാൻ ഇപ്പൊ പിന്നെ പറയാണ്, ലൈക്ക് യു ഗൈസ് ആർ വെൽക്കം ദെയർ. ഇറ്റ്സ് വെരി ഓപ്പൺ എൻഡഡ് ആൻഡ് ഐ അഷ്യൂർ യു ദാറ്റ് ഇങ്ങനത്തെ കമന്റ്സും ഇങ്ങനത്തെ എന്താ പറയാ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ബിക്കോസ് ഒരു ശരിയായിട്ടൊരു പ്രമാണത്തിലും ആ ഒരു ട്രഡീഷനും ഒക്കെ സംസാരിക്കുന്ന ആൾക്കാർക്ക് അങ്ങനെ സംസാരിക്കാൻ പറ്റൂല. ഐ ഡോണ്ട് നോ വൈ there is so much of എന്താ ഇങ്ങനത്തെ ഒരു ടോക്സിസിറ്റി. ഐ ഡോണ്ട് നോ വൈ ലൈക്ക് we have even now. അത് പിന്നെ പ്രശ്നം തന്നെയാണ്. ഇറ്റ് ഹാസ് ടു ബി പ്രോബ്ലമറ്റൈസ്ഡ്. I'm just saying that there are counter platforms to all of these spaces where we initiate discussion on mahar. ഇപ്പൊ മഹറിനെ പറ്റി തന്നെ ഞങ്ങളെ ഫസ്റ്റത്തെ ഡിസ്കഷൻ അതായിരുന്നു. മഹറിന്റെ കോണ്ടെക്സ്റ്റ്, മഹർ എങ്ങനെയാണ് ഭയങ്കര ഒരു എംപവറിംഗ് സാധനം ആവുന്നത്, ബാക്കി കൾച്ചറൽ കോണ്ടെക്സ്റ്റിൽ മഹർ എങ്ങനെ വർക്ക് ചെയ്യുന്നത്. ഇറ്റ് വാസ് റിയലി റിയലി എൻലൈറ്റനിങ് ഫോർ ഓൾ ദ വിമൻ ദർ. അപ്പം ഐ എം ജസ്റ്റ് ലൈക്ക് സേയിങ് ദാറ്റ് ഇങ്ങനത്തെ പ്ലാറ്റ്ഫോംസ് ഉണ്ട് ആൻഡ് യു ഗൈസ് ആർ വെൽക്കം ദർ. ഓക്കെ, all right, thank you so much. Let's move on. Axi, ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാം. കേൾക്കുന്നുണ്ടോ?
ഞാൻ കഴിഞ്ഞ ടോപ്പിക്കിലോട്ടൊന്നും പോകുന്നില്ല. ഐ തിങ്ക് ഇനഫ് ആൻഡ് മോർ ഒരു മിനിറ്റ് കഫില, ഐ എം ആക്ച്വലി ഓക്യുപൈഡ് വിത്ത് മീറ്റിംഗ്. ഞാൻ ലീവ് ചെയ്തോട്ടെ, ഇനിയൊന്നും ഇല്ലല്ലോ അഡ്രസ് ചെയ്യാൻ? Yes, sure, please. Thank you so much. Thank you for giving me opportunity here. Thank you. No problem, ma'am. Bye. Okay. Bye.